ഋഷി ഓഫീസിന്റെ ലോബിയിൽ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. സർ, ദിസ് ഈസ് അൺബിലീവബിൾ. സർ, ഈ കമ്പനി വാങ്ങാൻ വന്നാണോ? ഒന്ന് മാറി നിൽക്ക്. ഇവൻ ഈ കമ്പനി വാങ്ങാൻ വന്നതാണോ? നിനക്കെന്താ തലയ്ക്ക് ഓളമാണോ? അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? സിഇഒന്റെ സീരിയസ് സംസാരം കേട്ട് ശരത്തും മറ്റുള്ളവരെ പോലെ തന്നെ ഒന്നിച്ചു. ഇദ്ദേഹത്തെ ഹയർ ചെയ്യാൻ മാത്രം ഒരു കമ്പനിയും വളർന്നിട്ടില്ല. ഇദ്ദേഹത്തിന് ഒരു ജോലിയുടെ ആവശ്യമില്ല. ഇഷ്ടമുള്ള കമ്പനി വാങ്ങാനുള്ള വക ഇദ്ദേഹത്തിനുണ്ട്. സർ, സാർ ഇതെവിടെ പോയി? ഒരു സാധാരണക്കാരനായ വീട്ടുജോലിക്കാരൻ ഒരു വലിയ കമ്പനിയുടെ സിഇഒ ആയി. അവിടെ നിക്ക്. ചെറിയ ചെറിയ പണികൾക്ക് നിനക്ക് ഇത്രയും സമയം വേണോ? മാർക്കറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു, അതാ ലേറ്റായി. ഓ, നീ വലിയ ഹീറോ അല്ലേ? ആളുകളെല്ലാം നിന്നെ നോക്കി നിന്നിട്ടുണ്ടാകും. അവിടെ നിക്ക്. നീ ഇത്രയും സമയം എടുത്തിട്ട് എന്താ വാങ്ങിച്ചതെന്ന് ഞാനൊന്ന് കാണട്ടെ. നിനക്കിപ്പോഴും വീട്ടുകാര്യങ്ങളൊന്നും അറിയില്ലേ? ഞാൻ നിന്നോട് എന്താ വാങ്ങാൻ പറഞ്ഞത്? നീ എന്താ വാങ്ങിച്ചു വന്നത്? ഞാൻ മത്തനും മുരിങ്ങയും വാങ്ങിയിട്ടുണ്ട്. മത്തനും മുരിങ്ങയും നീ തന്നെ കഴിച്ചാ മതി. അച്ഛന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ശ്രീലക്ഷ്മി ഋഷിയെ വിവാഹം കഴിച്ചത്. അവൻ അവളെ വിവാഹം കഴിച്ചത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ദേവയാനി അമ്മ അവസരം ലഭിക്കുമ്പോഴെല്ലാം മരുമകൻ ഋഷിയെ അപമാനിക്കാറുണ്ടായിരുന്നു. മറുവശത്ത് ശ്രീലക്ഷ്മിക്ക് പോലും അവനോട് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. ദേവയാനിക്ക് അവരുടെ വിവാഹമോചനം നടത്തണമായിരുന്നു. അതിനായി അവർ പല പ്ലാനുകളും ഉണ്ടാക്കി. മോളെ ശ്രീലു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. അവൻ എന്താ ചെയ്യുന്നതെന്ന് അവന് പോലും അറിയില്ല. നീ എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്ക്. നീ അവനെ ഡിവോഴ്സ് ചെയ്യും. അമ്മ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അവൻ ജോലി ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എന്റെ അടുത്തുള്ളത് വെച്ച് ഞാൻ മാനേജ് ചെയ്തോളാം. അമ്മ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്നും ആലോചിക്കണ്ട. ശരി, ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ഈ സ്വഭാവം കൊണ്ടാ അവൻ ഇപ്പോഴും ഇങ്ങനെ. ഇപ്പൊ ഈ വീടും കമ്പനിയും എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിനക്കൊരാവശ്യം വന്നാ അവന് നിന്നെ സഹായിക്കാൻ കഴിയില്ല. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അവൻ നിന്നെ ഒഴിവാക്കി പോകും. അമ്മ, അവൻ എന്നെ നല്ല രീതിയിൽ നോക്കും. എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. അമ്മയും. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രീലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. തുടച്ചു കഴിഞ്ഞിട്ടേ എനിക്ക് കോഫി ഉണ്ടാക്കി താ. ഋഷി തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടും ഒന്നും മിണ്ടാതെ ഋഷി ജോലി തുടർന്നു. ഋഷി, ആ അമ്മയ്ക്ക് കോഫി എടുത്തിട്ടൊന്ന് മുകളിലേക്ക് വരാമോ? ആ അമ്മ, ഇതാ കോഫി. എന്താ നീ ചെയ്യുന്നത്? കോഫി എന്റെ മേലെ വീണിരുന്നെങ്കിലോ? സോറി, ശ്രീലു വിളിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോണം എനിക്ക്. കോഫി നല്ലപോലെ തന്നെ ഉണ്ടാക്കിയിട്ടില്ലേ? നല്ലതല്ലെങ്കിലേ ശ്രീലുവിനോട് പറഞ്ഞു ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കിക്കും. ഋഷി, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇനി എന്താ ഇവിടെ നിക്കുന്നേ? അവളെ വിളിക്കുന്നത് കേട്ടില്ലേ? അങ്ങോട്ട് ചെല്ല്. ആ വാതിൽ അടയ്ക്ക്. ഇനി അതും പറഞ്ഞു തരണം. ഓ, ആ. നിനക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ വീടും വൃത്തിയാക്കി അമ്മയ്ക്ക് കോഫി ഉണ്ടാക്കി നിൽക്കാനാണോ പ്ലാൻ? അല്ല ശ്രീലു, ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് കേക്കണ്ട. ഈ മാസം നിനക്ക് ജോലി ആയിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടെങ്കിലും പൊക്കോ. നിന്നെ ഞാൻ എന്റെ കമ്പനിയിലെടുക്കാം. പക്ഷെ നീ നല്ലോണം റെസ്പോൺസിബിൾ ആയിരിക്കണം. നിന്റെ കഴിവ് നീ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പിയാവും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ, എനിക്ക് മനസ്സിലായി ശ്രീലു. ആ, എന്നാ എന്റെ കൂടെ വാ. ശ്രീലക്ഷ്മിക്ക് ഓഫീസിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഋഷി അവളെ സ്കൂട്ടറിൽ ഓഫീസിലാക്കി കൊടുത്തു. അവിടെ ശരത് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹലോ ശ്രീലക്ഷ്മി. ഹായ്. കാരണം ആ സമയത്ത് കമ്പനി നഷ്ടത്തിലായിരുന്നു. ശരത്തിന് ആദ്യമേ ശ്രീലുവിനൊരു നോട്ടം ഉണ്ടായിരുന്നു. അവൻ അവളെ സഹായിക്കുമെന്ന് സമ്മതിച്ചു. സോറി ശരത്, അത് ഞാൻ. ഇത് കേട്ട ശരത്ത് പിറകിൽ നിൽക്കുന്ന ഋഷിയെ നോക്കി. ഇതാരാ? നിന്റെ ഡ്രൈവറാണോ? അല്ലല്ല, ഇതെന്റെ ഭർത്താവാ, ഋഷി. ഋഷി ആരാണെന്നറിഞ്ഞപ്പോ ശരത്ത് ഋഷിക്ക് കൈ കൊടുക്കാൻ കൈ നീട്ടി. പക്ഷേ കൊടുത്തില്ല. ഓ, സോറി ഋഷി. അതൊക്കെ പോട്ടെ, നീ എന്താ ചെയ്യുന്നേ? ബിസിനസ്സാണോ? അല്ല ശരത്, ഇവന് അവിടെ ഇവിടെയൊക്കെ ആയി ജോലി തിരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട് ശരത്ത് ഒന്ന് ഞെട്ടി. വെറുതെ അവനോട് സംസാരിച്ചുവെന്ന് അവൻ ഓർത്തു. എന്തോ ആലോചിച്ചുകൊണ്ട് ശരത്ത് പറഞ്ഞു, എന്റെ കമ്പനിയിൽ ഒരു പോസ്റ്റ് ഫ്രീ ഉണ്ട്, നീ ജോയിൻ ചെയ്യുന്നോ? ശരത്തിന്റെ പെട്ടെന്നുള്ള ഈ ചോദ്യം കേട്ട്
എന്തു മറുപടി പറയണമെന്ന് ഋഷി ചിന്തിച്ചു. ഓഫ് കോഴ്സ് അവൻ ചെയ്യും. ശരത്തും ശ്രീലക്ഷ്മിയും ഉള്ളിലേക്ക് പോയി. ശ്രീലക്ഷ്മി പോവാനായി ഋഷിയോട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഋഷി വീട്ടിൽ തിരിച്ചെത്തി. അവനവന്റെ ചിന്തയിൽ മുഴുകി. പാൽ തിളച്ച് താഴെ വീണു. ഇത് കണ്ട ദേവയാനി അവനെ ശകാരിച്ചു. നിന്നെ കൊണ്ട് 10 പൈസയുടെ ഉപകാരമില്ല. എന്നിട്ടും എല്ലാം ചീത്തയാക്കും. ശ്രീലു ഇപ്പൊ വരും. അവൾക്കുള്ള കോഫി എത്രയും പെട്ടെന്ന് റെഡിയാക്ക്. ആ, മോള് വന്നോ? കോഫി എടുക്കട്ടെ? ഇപ്പൊ വേണ്ടമ്മ, അകത്തേക്ക് വാ, ഒരു കാര്യം പറയാനുണ്ട്. എന്തുപറ്റി മോളെ? നീ എന്താ ഇത്ര ദേഷ്യത്തില്? ഓഫീസിൽ എന്തെങ്കിലും സംഭവിച്ചോ? അതൊന്നുമില്ലമ്മ, ഓഫീസിലെ കുറച്ച് കാര്യങ്ങളാ. ആ കോഫി എനിക്കിതാ. നിനക്കൊരാള് ജോലിക്ക് റെഫർ ചെയ്യുന്നതില് എന്താ പ്രശ്നം? അങ്ങനെയല്ല ശ്രീലു. പിന്നെ നിനക്ക് ജീവിതകാലം മുഴുവൻ വീട്ടുജോലി ചെയ്ത് നടക്കണം? നോക്ക്, അവൻ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിനക്ക് മനസ്സിലാവുന്നില്ല. അവൻ നിന്നെ യൂസ് ചെയ്യാൻ. ഈ എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേക്കണ്ട. കാരണം നിനക്കറിയില്ല എങ്ങനെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നതെന്ന്. ഇനി നിനക്ക് എന്താ സംഭവിക്കാന്നും എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശ്രീലക്ഷ്മി അവന്റെ സംസാരം തടഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്റെ കമ്പനി എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അതെനിക്ക് കളയാൻ കഴിയില്ല. നീ എന്നെ ചതിക്കുന്ന പോലെ എനിക്ക് ശരത്തിനെ ചതിക്കാനും പറ്റില്ല. ശരി ശ്രീലു, ആ ജോലി ഞാൻ ചെയ്യാം. ഇത് കേട്ട് ശ്രീലക്ഷ്മി അവന്റെ അടുത്ത് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൾ അവന്റെ ഇത്രയും അടുത്ത് വരുന്നത്. ഋഷിക്ക് അങ്ങേയറ്റം സന്തോഷമായി. ശ്രീലു ഫോണെടുത്ത് ശരത്തിനെ വിളിച്ചു. ഹായ്. ഹലോ ശരത്, നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. എന്റെ ഭർത്താവ് ജോലിക്ക് റെഡിയാ. ഓക്കെ, നാളെ എന്റെ ഓഫീസിലേക്ക് വരാൻ പറയും. താങ്ക് യു സോ മച്ച്. ഋഷി, ശരത് നിനക്ക് ജോബ് തരാൻ റെഡിയാ. എനിക്ക് ഭയങ്കര സന്തോഷായി. ഈ വാർത്ത കേട്ട ശ്രീലു ഭയങ്കര ഹാപ്പിയായി. അവൾക്ക് ശരത്തിനോടുള്ള റെസ്പെക്ട് വീണ്ടും കൂടി. നിങ്ങൾ സത്യമായിട്ടും അയാൾക്കവിടെ ജോലി കൊടുക്കുകയാണോ? അങ്ങനെ ചെയ്യാൻ എനിക്കെന്താ പ്രാന്തം? ഇത് കേട്ട മാനേജർ ഒന്നും മനസ്സിലാവാതെ ശരത്തിനെ തന്നെ നോക്കി നിന്നു. അവൻ നല്ല സത്യസന്ധതയുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു സെക്യൂരിറ്റി അത്യാവശ്യമാണ്. സോ വൈ നോട്ട്? ഇത് കേട്ട മാനേജർ പൊട്ടിച്ചിരിച്ചു. പിറ്റേ ദിവസം ശ്രീലു ഋഷിയെയും കൂട്ടി ശരത്തിന്റെ കമ്പനിയിൽ ചെന്നു. ഇന്റർവ്യൂവിന്റെ ചിന്തയിൽ ടെൻഷനിൽ ലോബിയിലായിരുന്നു അവർ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ശരത്തിനെ കണ്ടിട്ട് വരാം. കമ്പനിയുടെ ഷെയർ വാല്യൂ എന്താ ഇങ്ങനെ ഇടിയുന്നത്? എനിക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം ഫെയിൽ ആവുകയാണ്. ഡു സംതിങ്. ഇതിങ്ങനെ പോയാ ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾ എന്ത് പറയും? ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാളെ എനിക്കറിയാം. ഞാൻ ആളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു അയാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന്. Then do it now. ഓക്കെ. ഹായ്. എന്തു പറ്റി? നിന്റെ മുഖത്തെന്താ ഒരു ടെൻഷൻ? ടെൻഷനുണ്ട്. എന്റെ ഭർത്താവിന് നിന്റെ കമ്പനിയിൽ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് ഓർത്തുള്ള ടെൻഷനാ. ഓ, നിന്റെ ഹസ്ബൻഡ് സമ്മതിച്ചോ? അവന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഓ, അവനിവിടെ ജോലി കിട്ടിയാ നീ ഹാപ്പി ആവും അല്ലേ? ഹാപ്പി ആവും. എന്നാ അവന് ജോലി കിട്ടി. എന്റെ ഹസ്ബൻഡ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓ, ഓക്കെ, ലെറ്റ്സ് ഗോ. ഋഷി ഓഫീസിന്റെ ലോബിയിൽ ഇന്റർവ്യൂവിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇവനെ കണ്ട ശരത്തിന്റെ കമ്പനി സിഇഒ അവനോട് സംസാരിക്കാനായി വന്നു. സർ, ദിസ് ഈസ് അൺബിലീവബിൾ. സിഇഒ പറഞ്ഞത് കേട്ട് അവിടെ ഉള്ളവരെല്ലാം ഞെട്ടി. സർ, ഈ കമ്പനി വാങ്ങാമെന്നാണോ? അതേസമയം ശരത്ത് അവിടെ വന്ന് ഇതെല്ലാം കണ്ടു. ഒന്ന് മാറി നിൽക്ക്. ഇവൻ ഈ കമ്പനി വാങ്ങാൻ വന്നതാണോ? നിനക്കെന്താ തലയ്ക്ക് ഓളമാണോ? ഇവൻ ഇവിടെ ജോലിക്ക് വന്നതാണ്. നിങ്ങൾക്കാണിപ്പോൾ തലയ്ക്ക് ഓളമെന്ന് തോന്നുന്നു സർ. ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? സിഇഒന്റെ ഈ സീരിയസ് സംസാരം കേട്ട് ശരത്തും മറ്റുള്ളവരെ പോലെ തന്നെ ഒന്ന് ഞെട്ടി. ഇദ്ദേഹത്തെ ഹയർ ചെയ്യാൻ മാത്രം ഒരു കമ്പനിയും വളർന്നിട്ടില്ല.
ഇദ്ദേഹത്തിന് ഒരു ജോലിയുടെ ആവശ്യമില്ല. ഇഷ്ടമുള്ള കമ്പനി വാങ്ങാനുള്ള വക ഇദ്ദേഹത്തിനുണ്ട്. ഹേയ് ഹേയ്, നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? സർ, സാർ ഇതെവിടെ പോയി? ഋഷി, ഋഷി, ഋഷി നീ എവിടെയാ? എന്തുപറ്റി? എന്താ അവൻ വീണ്ടും ചെയ്തത്? ഋഷി ഇവിടെ വന്നോ അമ്മേ? ആ, വന്നിട്ടുണ്ടാവും. ശ്രീലു, നീ അവിടെ ഇന്റർവ്യൂ കൊടുക്കാതെ എന്താ ഇറങ്ങിപ്പോന്നത്? ശ്രീലു, അത് പിന്നെ നിനക്ക് ആ ജോലി വേണോ വേണ്ടയോ പറ. ശ്രീലു, നമുക്ക് ഉള്ളിൽ പോയി സംസാരിക്കാം. ഇനി എന്ത് സംസാരിക്കാനാ? എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. നിനക്ക് വേണ്ടി ഞാൻ ശരത്തിന്റെ കാല് പിടിച്ചു, എന്നിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ശ്രീലു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. മതി, നിർത്തിക്കോ. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. എന്റെ അമ്മ ഇത്രയും കാലം എന്നോടിത് പറഞ്ഞിട്ട് ഞാനത് ചെവിക്കൊണ്ടില്ല. ഞാൻ നിന്നെ വിശ്വസിച്ചു ഇന്ന് വരെ. ഇനി അതില്ല. സച്ച് എ വേസ്റ്റ്. ശ്രീലു, എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനാവുന്നില്ല. അത് കുഴപ്പമില്ല. സ്ട്രെസ്ഡ് ആവുമ്പോൾ നമുക്കെല്ലാം തെറ്റുപറ്റും. ഞാൻ എത്ര തവണ പറഞ്ഞു, അത് ഋഷി തന്നെയാണ്. അദ്ദേഹത്തിന് നമ്മളോട് ദേഷ്യമൊന്നും ഇല്ലായിരിക്കും. നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. സോറി ശരത്, ഞാനിനി ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യില്ല. നിന്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിയേഴ്സ്. എന്തു പറ്റി മോളെ? പെട്ടെന്ന് നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ല, പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാന്ന് തോന്നി. നീ ഞാൻ പറയുന്നത് കേട്ടോ? അവനെ ഡിവോഴ്സ് ചെയ്തേക്ക്. അപ്പൊ തന്നെ നിന്റെ എല്ലാ ടെൻഷനും മാറിക്കിട്ടും. അമ്മ പ്ലീസ്, എന്നെ കുറച്ച് സമയം സ്വസ്ഥതയിൽ കുക്ക് ചെയ്യാൻ സമ്മതിക്കാവോ? ശ്രീലക്ഷ്മി സങ്കടത്തിലായിരുന്നു. അതേസമയം ഋഷി കിച്ചണിലേക്ക് വന്നു. അവർ അവനെക്കുറിച്ച് പറഞ്ഞതെല്ലാം അവൻ കേട്ടു. അവൻ മിഠായി എടുത്ത് ശ്രീലുവിന് നേരെ നീട്ടി. ശ്രീലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം പറ. എന്താ നിനക്കൊരു മടി? എനിക്കൊരു ജോലി റെഡിയായി. ഇമ്മീഡിയറ്റ് ജോയിനിങ്ങാ. വാവ്, ഇതൊരു സന്തോഷ വാർത്തയല്ലേ? പിന്നെന്തിനാ നീ ഇത് പറയാൻ മടിച്ചത്? നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യാനാ? ഞാൻ നിനക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുമെന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നീ അത് മനസ്സിലാക്കി. അതിരിക്കട്ടെ, എന്ത് ജോലിയാ കിട്ടിയത്? ശ്രീലക്ഷ്മി ചോദിച്ചു. ഋഷി അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേവയാനി ഇടയിൽ കയറി പറഞ്ഞു. ഇവന് കളക്ടർ ജോലിയൊന്നും കിട്ടില്ലല്ലോ. വല്ല ഓഫീസ് ബോയോ സെക്യൂരിറ്റി ഗാർഡ് ജോലിയോ എങ്ങാനും ആവും. ഇത് കേട്ട ഋഷിക്ക് ദേഷ്യവും സങ്കടവും വന്നു. പക്ഷേ അവനൊന്നും മിണ്ടിയില്ല. കാരണം അവൻ ഇതെല്ലാം ശീലമായിരുന്നു. നിങ്ങൾ ഒരിക്കലും നന്നാവില്ലമ്മ. എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. ഒരു ജോലിയും ചെറുതുമല്ല വലുതുമല്ല. മനസ്സിലായോ? എനിക്ക് ഓഫീസിൽ പോവാൻ സമയമായി. ഋഷി, നീ ഇതൊന്നും ആലോചിക്കണ്ട. കൺഗ്രാറ്റുലേഷൻസ്. ബ്രേക്കിംഗ് ന്യൂസ്! പ്രൈം മീഡിയ സിഇഒ ഋഷിൻ വർമ്മ തന്റെ ആദ്യ പ്രോജക്ട് വർമ്മ കമ്പനിയുമായി കരാറിലൊപ്പിട്ടു. ആരാണ് ഋഷി? അവന്റെ കയ്യിൽ ഇത്രയും പണമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു കല്യാണം അവൻ കഴിച്ചത്? എന്തിനാണ് ഒരുപാട് പേർ അവന്റെ കൂടെ നിൽക്കുന്നത്? എന്തിനാണ് അവരെല്ലാം ഒരുപാട് അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ സിഇഒ എന്ത് ഉത്തരമാണ് നൽകുക? ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഡിജിറ്റൽ എന്റർടൈൻമെന്റ് കമ്പനിയാണ് പ്രൈം മീഡിയ. അവർ അവരുടെ പുതിയ സിഇഒ വരുന്നത് കാത്ത് ടെൻഷനിൽ നിൽക്കുകയായിരുന്നു. ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോഴാണ് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ലക്ഷറി കാർ വന്നത്. അത് അവരുടെ പുതിയ സിഇഒ ആയിരിക്കും എന്നവർ ചിന്തിച്ചു. പക്ഷേ ആ കാറിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീ പുറത്തേക്കിറങ്ങി. അവർ എല്ലാവരും മുന്നിലേക്ക് വന്ന് അവൾക്ക് നേരെ ബൊക്കെ നീട്ടി. പക്ഷെ അവൾ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. വെൽക്കം മാഡം. വെൽക്കം മാഡം, വെൽക്കം. സോറി, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ പുതിയ സിഇഒയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. എന്റെ പേര് നിഹാരിക.
അതും പറഞ്ഞുകൊണ്ട് അവൾ ഉള്ളിലേക്ക് പോയി. ഇത് കണ്ട എല്ലാവരും ആലോചിച്ചു, അസിസ്റ്റന്റ് വന്ന കാർ ഇതാണെങ്കിൽ സിഇഒ ഏത് കാറിലായിരിക്കും വരുന്നത്? അപ്പോഴാണ് അതിലൂടെ ഒരാൾ ഒരു സ്കൂട്ടറിൽ ഒരു സാധാരണ ഡ്രസ്സൊക്കെ ധരിച്ച് ഒട്ടും ഷോ ഓഫ് ഇല്ലാതെ വന്നത്. അയാൾക്കൊരു 30 വയസ്സായിട്ടുണ്ടാകും. അയാൾ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതും റിസപ്ഷനിസ്റ്റ് ശില്പ അയാളെ തടഞ്ഞു. ഹലോ മിസ്റ്റർ, എങ്ങോട്ടാ പോകുന്നേ? ഹലോ, എൻ്റെ പേര് ഋഷി. നിങ്ങളൊന്ന് മാറി നിന്നാ എനിക്ക് ഉള്ളിലേക്ക് പോവായിരുന്നു. നോക്ക്, നിന്നെപ്പോലെയുള്ള ആളുകൾക്കൊന്നും ഇവിടെ എൻട്രി ഇല്ല. നീ എന്തിനാ ഇവിടെ വന്നേ? അവൾ കുറച്ച് റൂഡായി സംസാരിച്ചു. മാഡം, പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം. എനിക്കിവിടെ ജോലി റെഡിയായതാ. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഓ, അപ്പൊ നിനക്ക് സെക്യൂരിറ്റി ഗാർഡ് ഡ്യൂട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. നിന്റെ ജോലിയെ പുറത്താണ്, അകത്തല്ല. നിന്നെ വിളിക്കുമ്പോ മാത്രം നീ അകത്തേക്ക് വന്നാ മതി. ഇപ്പൊ നിനക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല, കാരണം ഞങ്ങൾ എല്ലാവരും ഇവിടെ പുതിയ സിഇഒയെ വെയിറ്റ് ചെയ്യുക. ഹലോ മാഡം, ഞാനാണ് ഈ കമ്പനിയുടെ പുതിയ സിഇഒ. ഇനി വഴിയിൽ നിന്ന് മാറ്, എനിക്ക് അകത്തേക്ക് പോകണം. ഓ റിയലി? നീയാണോ ഞങ്ങളുടെ പുതിയ സിഇഒ? മതി, നിർത്തിക്കോ, ഒരുപാടായി. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ വലിയ കോടീശ്വരനാ. നിന്നെ തന്നെ ഒന്ന് നോക്ക് നീ. ശില്പ അവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. നിനക്ക് സിഇഒ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയൂ? അപ്പോഴാണ് നിഹാരിക അവനെ സ്വീകരിക്കാനായി അവിടെ എത്തിയത്. വെൽക്കം സർ. സർ എപ്പോ എത്തി? നിഹാരിക ബൊക്കെ നൽകി അവനെ സ്വീകരിച്ചു. എന്നിട്ട് ശില്പയോട് ദേഷ്യപ്പെട്ടു. ഇദ്ദേഹം ആരാണെന്ന് നിനക്കറിയാമോ? ഋഷിൻ വർമ്മ, നമ്മുടെ കമ്പനിയുടെ പുതിയ സിഇഒ. നിഹാരിക പറഞ്ഞത് കേട്ട് ശില്പ ഒന്ന് ഞെട്ടി. അവൾ ഋഷിയോട് പറഞ്ഞു, ഓ, ഐ എം സോറി സർ. സാറാണ് സിഇഒ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായിരുന്നു തൻ്റെ പേര്? മൈ നെയിം ഈസ് ശില്പ സർ. അപരിചിതരെ ഉള്ളിൽ കയറ്റാതിരിക്കുക എന്നത് നിന്റെ ജോലിയാണ്. അതിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നീ ഇവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഇവിടെയുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറണം. ഒരു ജോലിയും വലുതുമല്ല ചെറുതുമല്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ താനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ശില്പ, ഒരാളുടെ വസ്ത്രത്തെയോ വസ്ത്രധാരണത്തെയോ കണ്ട് അയാൾ ജഡ്ജ് ചെയ്യരുത്. സോറി സർ, ഈ തെറ്റിന് ഞാൻ ആവർത്തിക്കില്ല. ഇത് കേട്ട് എല്ലാവരും അവിടേക്ക് ഋഷിക്ക് ബൊക്കെ കൊടുക്കാനായി വന്നു. ഈ ഫ്ലവർ എനിക്കാണോ? യെസ് സർ, നിങ്ങൾക്കുള്ളതാ. താങ്ക് യു. വെൽക്കം സർ. മറുവശത്ത് ശ്രീലക്ഷ്മി അവളുടെ ഓഫീസിൽ മാനേജേഴ്സുമായി ഒരു ജോയിങ് മീറ്റിംഗിലായിരുന്നു. ഹായ് ഓൾ. പ്രൈം മീഡിയയിലെ പുതിയ സിഇഒ അപ്പോയിന്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാലമായി അവരോടൊത്ത് ഒരു ടൈപ്പിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഉം. സോ നമ്മള് പുതിയ സിഇഒയെ ഇംപ്രസ് ചെയ്ത് പുതിയ പ്രപ്പോസൽ ഉണ്ടാക്കണം. വി ഹാവ് ടു ഗെറ്റ് ദിസ് ഡീൽ. അവൾ പറഞ്ഞത് ശരിയല്ലേ എന്ന മട്ടിൽ അവൾ മാനേജേഴ്സിനോട് ചോദിച്ചു. ടെൽ മി യുവർ ഒപ്പീനിയൻസ്. ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. പുതിയ രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അത് ശരിയാണ് മാം. ആദ്യം നമുക്ക് ടൈപ്പിനുള്ള ഒഫീഷ്യൽ പ്രപ്പോസൽ അവർക്ക് പ്രസന്റ് ചെയ്യാം. ബാക്കി അത് കഴിഞ്ഞു നോക്കാം, മാനേജേഴ്സ് പറഞ്ഞു. ശ്രീലക്ഷ്മി ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി. അവൾ അമ്മയോട് ചോദിച്ചു, ഋഷി വന്നില്ലേ അമ്മേ? ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അവൻ വന്നാലും പോയാലും എനിക്കെന്താ? അതേസമയം ഋഷി അവന്റെ സ്കൂട്ടറിൽ വീട്ടിലെത്തി. അവൻ വന്നെന്ന് തോന്നുന്നു. ഹാ, ആ പൊട്ട സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടപ്പോ മനസ്സിലായി അവൻ എത്തിയെന്ന്. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ. നിന്റെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഒരു സെക്യൂരിറ്റി ഗാർഡ് ആയതിന് ഇത്രയും ആറ്റിറ്റ്യൂഡ്. അപ്പൊ നീ ഒരു സിഇഒ ആയാൽ എന്തായിരിക്കും? ശ്രീലുവിന് ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം ഋഷിയോട് പറയണമെന്നുണ്ടായിരുന്നു. ഋഷിയും താൻ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ പുതിയ സിഇഒ ആണെന്ന കാര്യവും പറഞ്ഞില്ല. അമ്മ പറഞ്ഞതൊന്നും നീ കാര്യാക്കണ്ട. നിന്റെ ആദ്യ ദിവസം അടിപൊളിയായില്ലേ? ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, കാര്യമായിട്ടൊന്നും നടന്നില്ല. സോ നോ പ്രോബ്ലം. പ്രൈം മീഡിയയിലും ഇന്ന് പുതിയ സിഇഒ ചാർജ് എടുത്തു. എല്ലാവർക്കും അവരുടെ ഫസ്റ്റ് ഡേ സ്പെഷ്യലാ. നിനക്ക് അയാൾ അറിയോ? ഏയ് ഇല്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. എന്തിന്? ഒരുപാട് കാലമായി പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു ഡീലുണ്ട്. അപ്പോ പുതിയ സിഇഒ ആവുമ്പോ ടെൻഷൻ കുറവാ. ആ ഡീൽ അങ്ങ് ക്ലോസ് ചെയ്യാം. ഓ യെസ്. പിറ്റേ ദിവസം ശ്രീലക്ഷ്മി പ്രൈം മീഡിയയുടെ ഓഫീസിലെത്തി. അവൾ നേരെ റിസപ്ഷനിസ്റ്റ് ശില്പയുടെ അടുത്തേക്ക് ചെന്ന് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എക്സ്ക്യൂസ് മീ, എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ വർമ്മ കമ്പനിയുടെ MD-യാ.
നിങ്ങളുടെ സിഒയുമായി എനിക്കിന്നൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന് ഒന്ന് അദ്ദേഹത്തെ ഇൻഫോം ചെയ്യാമോ? ഷുവർ മാം. ഇത് കേട്ട ശില്പ നിഹാരികയെ ഫോൺ ചെയ്തു. ഹലോ. ഹലോ മാഡം, വർമ്മ കമ്പനിയിൽ നിന്നും ശ്രീലക്ഷ്മി മാം സിഇഒ സാറുമായി ഒരു മീറ്റിംഗിനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ സാറിന്റെ സ്കെഡ്യൂൾ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അവരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എക്സ്ക്യൂസ് മീ മാം. ഹായ്, ഐ എം ശ്രീലക്ഷ്മി. ഗ്ലാഡ് ടു മീറ്റ് യു. സെയിം ഹിയർ. ഋഷി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവന്റെ ശ്രദ്ധ CCTVയിലേക്ക് പതിഞ്ഞത്. അവൻ ശ്രീലക്ഷ്മി ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നത് അതിൽ കണ്ടു. അത് കണ്ട് അവൻ പേടിച്ചു. ഓഫീസിൽ എല്ലാവർക്കും അറിയാം ഋഷിയാണ് CEO എന്ന്. അവൻ പേടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിഹാരികയെ വിളിച്ചു. 1 minute. ഹലോ. ഹലോ നിഹാരിക, കം ടു മൈ ക്യാബിൻ. ഓക്കെ സർ. സർ എന്നെ വിളിക്കുന്നുണ്ട്. ഋഷി ശ്രീലക്ഷ്മി ആരാണെന്ന് അറിയാത്തതുപോലെ നിഹാരികയോട് ചോദിച്ചു. പുറത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്ന സ്ത്രീ ആരാ? സർ, അത് ശ്രീലക്ഷ്മി, വർമ്മ ഗ്രൂപ്പിന്റെ MD. അവർക്ക് നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്യണമെന്നുണ്ട്. അതിനായിട്ടുള്ള പ്രപ്പോസലുമായിട്ട് വന്നത്. അതിനായിട്ട് അവർ സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. വേണ്ട, താനൊരു കാര്യം ചെയ്യും, അവളുടെ ഫയൽ വാങ്ങിക്കൊണ്ടു വാ. ഓക്കെ സർ. ഋഷി പറഞ്ഞത് കേട്ട് നിഹാരിക ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. മേഡം, സാറ് കുറച്ച് ബിസിയാ. മാമിന്റെ ഫയല് തരാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു. ഈ പ്രപ്പോസൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഇപ്പൊ സാറ് ബിസിയാ. നിങ്ങൾ ഫയല് തന്നാ സാറ് നോക്കിക്കോളും. നിഹാരിക അത് നിരസിച്ചു. ശ്രീലക്ഷ്മി മനസ്സില്ലാ മനസ്സോടെ ഫയൽ നിഹാരികയെ ഏൽപ്പിച്ചു. ഓക്കെ മാം, ഓക്കെ. ഇത്രയും ബിസിയായ ഒരാളെ താൻ എങ്ങനെ കാണാനാണ്? ഈ ഡീൽ നടക്കുമോ അതോ ഇല്ലയോ? എല്ലാം ചിന്തിച്ചുകൊണ്ട് അവൾ മാനേജരെ കോൾ ചെയ്തു. മിസ്റ്റർ നാരായണൻ, നമുക്ക് വല്ല സെക്കൻഡ് ഓപ്ഷൻസും ഉണ്ടോ? എന്തു പറ്റി മാഡം? അദ്ദേഹമായിട്ടുള്ള മീറ്റിംഗ് നടന്നില്ലേ? ആക്ച്വലി പേഴ്സണലി മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. അദ്ദേഹം ഫയല് തരാൻ ആവശ്യപ്പെട്ടു. ഇതിന് നടക്കോ ഇല്ലയോ എന്നറിയില്ല. അതാ ഞാൻ ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ചോദിച്ചത്. നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല മാഡം. വി നീഡ് ടു ക്രാക്ക് ദിസ് ഡീൽ അർജന്റ്ലി മാം. യാ സർ. യാ. ആക്ച്വലി ഈ ഡീല് കൊള്ളാം, നമുക്കിതിൽ വർക്ക് ചെയ്യാം. സർ, സാറിന് ഈ കമ്പനിയെ കുറിച്ച് അറിയാമോ? ഇല്ല, അതെന്താ താൻ അങ്ങനെ ചോദിച്ചേ? ഒരു സിഇഒ ഇത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതും ആ കമ്പനിയുമായി ഒരു മീറ്റിംഗ് പോലും വെക്കാതെ. എനിക്കെന്തോ ഒരു അത്ഭുതം. എനിക്ക് ഈ പ്രപ്പോസൽ നല്ലതായി തോന്നി. ഐ ഡോണ്ട് നീഡ് ടു ടോക്ക് ടു ദം. ദാ. ഓക്കെ സർ. അവര് നമ്മുടെ ഫയല് തിരിച്ചയച്ചു. വിൽ ഹാവ് ടു ലുക്ക് ഇൻ ടു അനദർ ഓപ്ഷൻ. ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. നിഹാരിക ഫയൽ ശ്രീലക്ഷ്മിയെ ഏൽപ്പിച്ചു. ഫയൽ തുറന്ന ഉടൻ അവളുടെ മുഖം ബൾബ് പോലെ പ്രകാശിച്ചു. ഈ ഫയലില് സൈൻ ഉണ്ട്. അതിന്റെ അർത്ഥം നമ്മുടെ ഡീല് ഫൈനലൈസ്ഡ് ആയെന്നല്ലേ? ഒരു ഫയൽ ഇത്രയും പെട്ടെന്ന് സൈൻ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. മേ ബി യു ആർ പുള്ളിംഗ് ദ റൈറ്റ് സ്ട്രിങ്സ്. വാട്ട് ഡു യു മീൻ? ഐ മീൻ, നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ടൈമിലാണ് വന്നത്. ലക്ക് നിങ്ങൾക്കാണ് മാഡം. ഞങ്ങൾ നിങ്ങളോട് വർക്ക് ചെയ്യാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യും. ഓക്കെ, എനിക്ക് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. അതിന് സാധിക്കോ? സോറി മാം, സാർ ഇപ്പോ ബിസിയാ. കാണാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇതും പറഞ്ഞുകൊണ്ട് നിഹാരിക അവിടെ നിന്നും പോയി. ഋഷിയെ കാണാൻ സാധിക്കാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ പ്രപ്പോസൽ സക്സസ് ആയതിൽ അവൾ ഒരുപാട് സന്തോഷിച്ചു. കുറച്ചു സമയത്തിൽ അവളും അവിടെ നിന്ന് പോയി. അവൾ അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഋഷി അവന്റെ ക്യാബിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഹലോ. പറയൂ. തീർച്ചയായും തീർച്ചയായും ഞാൻ സൈൻ ചെയ്യാം. എക്സ്ക്യൂസ് മീ സർ, സാറുമായി ഒരു ഓൺലൈൻ മീറ്റിംഗിനായിട്ട് അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നുമുള്ള ഡെലിഗേറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളുമായി ഒരു ഡീൽ സൈൻ ചെയ്യണം. അതേസമയം മറന്നുവച്ച അവളുടെ ബാഗ് എടുക്കാനായി ശ്രീലക്ഷ്മി അവിടേക്ക് വന്നു. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. അവനെ അവിടെ കണ്ട ശ്രീലക്ഷ്മി ഞെട്ടിപ്പോയി. അവളെ കണ്ട ഋഷി പേടിച്ചു. അവനാണ് ആ കമ്പനിയുടെ CEO എന്ന് അവൾ തിരിച്ചറിയുന്നു. നീ എവിടെ പോയി ചത്തു? സോറി, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആരെ കാണാനാ നിങ്ങൾ വന്നത്?
ഋഷിൻ വർമ്മ സർ ഇവിടെ ഉണ്ടോ? ഋഷിൻ വർമ്മ സാറോ? നിങ്ങൾക്ക് അഡ്രസ്സ് മാറിയതായിരിക്കും. ഞാൻ കറക്റ്റ് അഡ്രസ്സിലാണ് വന്നത്. ഞാൻ ശരത്തിന്റെ കമ്പനിയിലെ CEO ആണ്. നിങ്ങളുടെ ഭർത്താവിന്റെ പേര് മാധവൻ എന്നല്ലേ? നിങ്ങൾ ദേവയാനിയല്ലേ? ആ, നിങ്ങളുടെ മകൾ ശ്രീലക്ഷ്മി അല്ലേ? അതെ. പക്ഷേ ഈ വർമ്മ ആരാ? നിങ്ങളുടെ മരുമകന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്റെ മരുമകനെ അറിയോ? പക്ഷെ അവന്റെ പേര് വേറെ എന്തോ ആയിരുന്നല്ലോ. അവനത് മാറ്റിയോ? നോക്കൂ മാഡം, എനിക്കൊന്നും കേക്കണ്ട. നമ്പർ 1 ഫ്രോഡാ അവൻ. അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. എന്റെ മകളെ കള്ളം പറഞ്ഞ് പറ്റിച്ച് വിവാഹം കഴിച്ചതാ അവൻ. നിങ്ങളുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ലോൺ ആരാ തന്നത്? അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ആസ്തി എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇപ്പൊ എണ്ണി തുടങ്ങിയാല് ജീവിതകാലം മുഴുവൻ എണ്ണിയാലും തീരില്ല. അദ്ദേഹത്തിന്റെ കീഴിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് നിങ്ങളുടെ മരുമകന്റെ ജോലിയും നിങ്ങൾക്കറിയോ? ഇങ്ങനെ ഒരാൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇവിടെ സാറിനെ കണ്ട് കമ്പനിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാ. നോക്ക്, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. Shut up! Just shut up! തെറ്റിയത് എനിക്കല്ല, നിങ്ങൾക്കാ. വേണമെങ്കിൽ നമ്മുടേതുപോലെ 100 കമ്പനികൾ തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അദ്ദേഹം. ഇത്രയും വലിയൊരു കോടീശ്വരൻ എന്തിനാ ഇത്രയും ചെറിയ വീട്ടിൽ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം പ്രണയത്തിന് വേണ്ടിയാണ്. അദ്ദേഹം തന്റെ പ്രണയിനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു. എന്റെ മരുമകൻ ഇത്രയും വലിയ... നിങ്ങൾക്കിപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെങ്കിൽ അകത്തേക്ക് പോയി TV തുറന്ന ബിസിനസ് ചാനൽ ഒന്ന് വെച്ച് നോക്ക്. എല്ലാം മനസ്സിലായിക്കോ. ബ്രേക്കിംഗ് ന്യൂസ്. പ്രൈം മീഡിയ CEO ഋഷിൻ വർമ്മ തന്റെ ആദ്യ പ്രോജക്ട് വർമ്മ കമ്പനിയുമായി കരാറിലൊപ്പിട്ടു. ആരാണ് ഋഷി? അവന്റെ കയ്യിൽ ഇത്രയും പണമുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു കല്യാണം അവൻ കഴിച്ചത്? എന്തിനാണ് ഒരുപാട് പേർ അവന്റെ കൂടെ നിൽക്കുന്നത്? എന്തിനാണ് അവരെല്ലാം ഒരുപാട് അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ CEO എന്ത് ഉത്തരമാണ് നൽകുന്നത്? മനസ്സിലായില്ലെങ്കിലും അധിക നേരം അതോർത്ത് നിൽക്കാതെ ശ്രീലക്ഷ്മി ചിന്തിച്ചത് മുഴുവൻ സിദ്ധാർത്ഥിനെ അപമാനിച്ചിറക്കിവിട്ട ത്രൈ മീഡിയയുടെ ചെയർമാനെ കുറിച്ചായിരുന്നു. ഏറെ വൈകാതെ തന്നെ ദേവയാനിയമ്മോട് യാത്ര പറഞ്ഞ് ശ്രീലക്ഷ്മി ത്രൈ മീഡിയയിലേക്ക് പുറപ്പെട്ടിരുന്നു. ഋഷിൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറി തിരക്കേറിയ റോഡിൽ കാത്തുനിന്ന ഒരു കാരവനിൽ കയറി. സമ്പന്നമായ വസ്ത്രങ്ങൾ അവൻ അവിടെ ഒരുക്കിയിരുന്നു. അവൻ അത് മാറ്റി ത്രൈ മീഡിയയുടെ ഉടമസ്ഥരുടെ ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രത്യേക വഴിയിലൂടെ അവൻ കമ്പനിയിൽ പ്രവേശിച്ചു. അതേസമയം കമ്പനിയുടെ പ്രധാന ഗേറ്റിലൂടെ ശ്രീലക്ഷ്മിയും തന്റെ കാറിൽ പ്രവേശിച്ചു. കാർ പാർക്ക് ചെയ്ത ശേഷം റിസപ്ഷനിൽ ചെയർമാന്റെ റൂമിനെക്കുറിച്ച് അന്വേഷിച്ച് ലിഫ്റ്റിൽ കയറി ബട്ടണിൽ അമർത്തി. അപ്പോൾ ഋഷി എതിർദിശയിൽ ലിഫ്റ്റിൽ കയറുകയായിരുന്നു. 2 ലിഫ്റ്റുകളും ഒരേ സമയം ഫ്ലോറിലെത്തി. എതിർദിശയിൽ നിന്നും ഇരുവരും ഒരേ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. പരസ്പരം കണ്ടുമുട്ടാൻ കുറച്ച് നിമിഷങ്ങൾ ഉള്ളപ്പോൾ എക്സ്ക്യൂസ് മീ സർ, ഋഷിയുടെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. യെസ്. അവൻ തിരിഞ്ഞു നോക്കി. ആ നിമിഷം തന്റെ ഓഫീസ് മുറിയുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ട് ഋഷിൻ ഒരു നിമിഷം ഞെട്ടി. അവൻ പിന്തിരിഞ്ഞു നിന്നു. ശ്രീലക്ഷ്മി അവനെ കണ്ടില്ല. അവൾ മുന്നോട്ട് നടന്ന് ചെയർമാന്റെ റൂമിന് മുന്നിലെ ചെയറിലിരുന്നു. നല്ല ടെൻഷനോടെ തന്നെ അവിടെ എത്തി ചെയർമാനെ കാണാൻ കാത്തിരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് മുൻപിലൂടെ പല കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സും പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് പ്രയോജനമില്ലാത്ത മട്ടിൽ വിഷമിച്ചും ദേഷ്യപ്പെട്ടുമെല്ലാം പോകുന്നത് കണ്ട് അവളുടെ ശേഷിച്ച ധൈര്യം പോലും ചോർന്നു പോകുന്ന പോലെയായിരുന്നു. ശ്രീലക്ഷ്മി ഋഷിൻ റൈറ്റ്? പെട്ടെന്ന് തനിക്ക് മുൻപിലേക്ക് വന്ന ഒരു ലേഡി സ്റ്റാഫ് ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി അതെ എന്ന് തലയാട്ടി. വരൂ മാം. ആ ലേഡി വളരെ റെസ്പെക്റ്റോടെ ശ്രീലക്ഷ്മിയെ വിളിച്ചത് കേട്ട് അതിനു മുൻപേ ചെയർമാനെ കാണാൻ പോയതിൽ അവശേഷിച്ച ചെറുതും വലുതുമായ കമ്പനീസിന്റെ റെപ്രസെന്റേറ്റീവ് അത്ഭുതത്തോടെ അവളെ നോക്കി. പക്ഷേ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആ ലേഡി ശ്രീലക്ഷ്മിയെ കൂട്ടി നേരെ ഏതോ ഒരു ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു. മാം, ഈ ഫയൽ മുഴുവൻ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയ ശേഷം സൈൻ ചെയ്യാൻ പറഞ്ഞു തങ്ങളോട്. ആ ലേഡി ആ ഫയൽ ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി
കാര്യം മനസ്സിലാകാതെ അവരെ നോക്കി. ആര് പറഞ്ഞുന്ന്? ആൻഡ് എന്താ ഈ ഫയൽ? ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. ചെയർമാൻ പറഞ്ഞതാണ് മാം. ഇത് നിങ്ങളുടെ വർമാസ് കമ്പനിയുമായിട്ടുള്ള പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള കരാറാണ്. അവരാ പറഞ്ഞത് കേട്ട് അതുവരെ സംശയഭാവത്തിൽ നിന്നിരുന്ന ശ്രീലക്ഷ്മിയുടെ മുഖം ആശ്ചര്യഭാവത്തിലേക്ക് മാറിയിരുന്നു. വാട്ട്? എന്താ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാനാവാതെ ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് ആ ലേഡി ഒരിക്കൽ കൂടെ ശ്രീലക്ഷ്മിയോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. ശ്രദ്ധയോടെ മുഴുവൻ റൂൾസും വായിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം സൈൻ ചെയ്യൂ. അവസാനമായി ടേബിളിൽ ഇരുന്ന പെൻ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. എല്ലാം കേട്ട് അമ്പരന്ന അവൾ യാന്ത്രികമായി അത് വായിച്ച ശേഷം സൈൻ ചെയ്തു. ഡോക്യുമെന്റിൽ എവിടെയും ചെയർമാന്റെ പേര് മെൻഷൻ ചെയ്തില്ലെന്നും പുള്ളിയുടെ പേര് വരേണ്ട ഇടത്തെല്ലാം ബ്ലാങ്കായി ഇരിക്കുകയാണെന്നും അതിനിടയ്ക്ക് ശ്രദ്ധിച്ച ശ്രീലക്ഷ്മിക്ക് കുറച്ച് അത്ഭുതം തോന്നിയെങ്കിലും അവൾ അതൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നതിനാൽ അത് കണ്ടില്ലെന്ന് നടിച്ചു. നിങ്ങളുടെ കമ്പനിയുടെ കൂടെ പാർട്ട്നേഴ്സായി ബിസിനസ് ചെയ്യാൻ അനുവദിച്ചതിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. ബൈ ദ വേ, എനിക്ക് നിങ്ങളുടെ ചെയർമാനെ ഒന്ന് കാണാൻ സാധിക്കുമോ? എല്ലാത്തിനും ശേഷം തന്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു. റിയലി വെരി സോറി മാം. സാർ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മിയെ നോക്കി പുഞ്ചിരി വിടാതെ തന്നെ അവർ പറഞ്ഞത് സമ്മതിക്കും വിധം ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു. മഹാദേവിയെ ശ്രീലക്ഷ്മി ഫോൺ വിളിക്കും മുൻപേ തന്നെ അവരുടെ കോൾ അവളെ തേടിയെത്തിയിരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത പാടെ മറുപുറത്തു നിന്നും സന്തോഷത്തോടെയുള്ള അവരുടെ ആ സംസാരം കേട്ട് ശ്രീലക്ഷ്മി പകച്ചു നിന്നു. ഒന്നാമത് താൻ വിളിച്ചു പറയാതെ തന്നെ ഇത്രയും വേഗം കാര്യം മഹാദേവി എങ്ങനെ അറിഞ്ഞെന്നുള്ള സംശയവും, രണ്ടാമത് മഹാദേവി ഇത്രയും സ്നേഹത്തോടെ ആദ്യമായി തന്നോട് സംസാരിക്കുന്നതിൽ അത്ഭുതവുമായിരുന്നു. മുത്തശ്ശി, കാര്യമെല്ലാം ഓക്കെ ആയ വിവരം ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ അറിഞ്ഞേ? ഞാൻ സൈൻ ചെയ്ത് ഇപ്പൊ ഇറങ്ങിയുള്ളൂ അവിടുന്ന്. ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചത് കേട്ട് മറുപുറത്തു നിന്നും മഹാദേവിയുടെ ചിരി ഉയർന്നു. എന്റെ പൊന്നു ലച്ചു, ഞാൻ മാത്രമല്ല, കേരളത്തിലെ എൻഎയർ ബിസിനസ് ഫീൽഡ് മുഴുവൻ കാര്യം അറിഞ്ഞിട്ടുണ്ട്. ട്രൈ മീഡിയയിൽ പുതിയ ചെയർമാൻ ചാർജ് ഏറ്റെടുത്ത് ആദ്യമായിട്ടാണ് മോളെ ഏതെങ്കിലും ഒരു കമ്പനിയുമായി ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഡീലിൽ ഓക്കെ പറയുന്നത്, അതും നമ്മുടെ വർമാസുമായി. മഹാദേവി അഭിമാനത്തോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി തനിക്ക് മുൻപിലൂടെ പോയിരുന്ന മറ്റ് കമ്പനീസിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ ഓർത്തു. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു മോളെ. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമായിരുന്നോ ഇല്ലയോ എന്ന് പോലും. ഏതായാലും ഇന്ന് ഈ സന്തോഷത്തിന് മോൾക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം. അവിടെ എത്തിയിട്ട് മോൾ എങ്ങനെ ഇത് സാധിച്ചു എന്ന കാര്യം എല്ലാവരുമായി ഷെയർ ചെയ്യണം, കേട്ടല്ലോ? അപ്പോ ഈവനിങ് 7 മണിക്ക് ഓസ്റ്റിൻ സ്പേസ് 7-star ഹോട്ടലിലേക്ക് ദേവയാനിയെ ഋഷിയും കൂട്ടി വരൂ. വി വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ടേക്ക് കെയർ മോളു. ബൈ. അത്രയും പറഞ്ഞ് മഹാദേവി കോള് കട്ട് ചെയ്തതും ശ്രീലക്ഷ്മി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു. വൈകിട്ട് ഋഷിക്കും ദേവയാനി അമ്മയ്ക്കുമൊപ്പം ശ്രീലക്ഷ്മി ഓസ്റ്റിൻ സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ വന്നു ചേർന്നിരിക്കുന്ന മറ്റ് പല കമ്പനീസിലെ ഉയർന്ന ആളുകൾ മുതൽ കുടുംബാംഗങ്ങൾ വരെ ശ്രീലക്ഷ്മിയെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. പലരിലും അവളോട് അസൂയ നിറഞ്ഞു വന്നിരുന്നുവെങ്കിലും സിദ്ധാർത്ഥന്റെ മുഖത്ത് പ്രതിഫലിച്ച അത്രയും ദേഷ്യവും അസൂയയും മറ്റാരിലും ഉണ്ടായിരുന്നില്ല. ഹേയ്, ഈ സീറ്റ് പ്രയാഗയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തതാണ്. മാറി വേറെ എവിടെയെങ്കിലും പോയിരിക്കെ. ടേബിളിൽ ശ്രീലക്ഷ്മിക്ക് തൊട്ടടുത്ത് സ്ഥാനം പിടിച്ച ഋഷിയെ നോക്കി സിദ്ധാർത്ഥ് ഉറക്കെ പറഞ്ഞത് കേട്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കുന്നത്. പ്രയാഗയോ? ഹൂസ് ഷീ? സംശയത്തോടെ ഋഷി ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും കണ്ടത് സിദ്ധാർത്ഥിന് തൊട്ടടുത്ത് ബ്ലൂ കളർ ഗൗണിൽ നിൽക്കുന്ന ഒരു സുന്ദരിയെയായിരുന്നു. ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവളെ താൻ എവിടെയോ കണ്ടമറന്ന പോലെ തോന്നിയതും ഋഷി ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം പറഞ്ഞുപോയി. ഋഷിൻ, ഞാൻ നിന്നോടാ പറയുന്നത്, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ. സിദ്ധാർത്ഥ് ഉറക്കെ ഋഷിയെ നോക്കി പറഞ്ഞു. അതോടെ പ്രയാഗയെ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഋഷി ദേഷ്യത്തോടെ അവനെ നോക്കി. ശബ്ദം കുറച്ച് സംസാരിക്കുക സിദ്ധാർത്ഥ്. എന്റെ ചെവിക്ക് കേൾവി കുറവൊന്നുമില്ല. ഉള്ളിലെ ദേഷ്യം അടക്കിക്കൊണ്ട് സിദ്ധാർത്ഥിനോട് അവൻ പറഞ്ഞു. ഓഹോ, നിനക്ക് ചെവി കേൾക്കാവുന്നോ? റിയലി? എന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ടും എന്താ അനങ്ങാപ്പാറ പോലെ ഇവിടെ ഇരിക്കുന്നത്? ഇത് പ്രയാഗയുടെ സീറ്റാണ്. അവിടെ എണീക്ക്. തനിക്ക് ചെയ്യാൻ പറ്റാതെ വന്ന ട്രൈ മീഡിയയുമായുള്ള പാർട്ട്ണർഷിപ്പിന്റെ കാര്യം ശ്രീലക്ഷ്മി ഭംഗിയായി ചെയ്തതിന്റെ അസൂയയും ദേഷ്യവും ഒട്ടും തന്നെ അടക്കാൻ വയ്യാതെയായിരുന്നു സിദ്ധാർത്ഥ് ഇപ്പോ ഋഷിയുടെ മെക്കിട്ട് കയറി തീർക്കാൻ ശ്രമിക്കുന്നത്. അത് നല്ല വ്യക്തമായി തന്നെ
ഋഷിക്കും ശ്രീലക്ഷ്മിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. എത്ര നേരമായി ഞാൻ നിന്നോട് പറയുന്നു ഇവിടെ നിന്ന് എഴുന്നേക്കാൻ. എന്താ നിനക്ക് മലയാളം മനസ്സിലാവുന്നില്ലേ? സിദ്ധാർത്ഥ് രോഷത്തോടെ ചോദിച്ചു. എന്തിന്? ഈ സീറ്റിൽ നിന്ന് ഞാൻ എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിനക്കും നിന്റെ കൂടെയുള്ള ഈ പെൺകുട്ടിക്കും ഇരിക്കാൻ പാകത്തിന് ഒരുപാട് ചെയർസ് ഉണ്ട് ഇവിടെ. അങ്ങനെ നിന്നെയൊക്കെ പോലെ ഏതെങ്കിലും ഒരു ചെയറിൽ ഇരിക്കേണ്ട ആളല്ല പ്രയാഗ. അവസാനമായിട്ട് ഞാൻ പറയുക ഋഷി നിന്നോട്, ഈ സീറ്റ് പ്രയാഗയ്ക്ക് വേണ്ടി പ്രത്യേകമായി റിസർവ് ചെയ്തവയാണ്. വീണ്ടും സിദ്ധാർത്ഥിന്റെ ശബ്ദമുയർന്നു. അത് കണ്ടതും തെറ്റ് മുഴുവൻ സിദ്ധാർത്ഥിന്റെ ഭാഗത്താണെന്നും മറ്റെവിടെയോ സ്ഥാനം ഉറപ്പിച്ചിരുന്ന പ്രയാഗയെ വേറെ സീറ്റ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ് അവനെന്നും അറിയാവുന്ന ശ്രീലക്ഷ്മി ഋഷിയുടെ കയ്യിൽ കൈ ചേർത്ത് അവനെ വിളിച്ചു. എനിക്കൊരു സഹായം ചെയ്തു തരുമോ ഋഷി? താൻ ഈ സീറ്റ് മാറി എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീറ്റിൽ ഇരിക്കാവോ പ്ലീസ്? ശ്രീലക്ഷ്മി അവനെ നോക്കി സൗമ്യമായി പറഞ്ഞു. പക്ഷേ അത് കേട്ട് ഋഷി നെറ്റി ചുളുക്കി. ഇരിക്കൂ റിച്ചു പ്ലീസ്. ഇത്തവണ ശ്രീലക്ഷ്മി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അതോടെ ഋഷി ചിരിയോടെ തലയാട്ടി താൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ശ്രീലക്ഷ്മിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ചെയർ ലക്ഷ്യമാക്കി നടന്നു. തനിക്ക് സമീപത്ത് പ്രയാഗ ഇരുന്ന് അല്പം കഴിഞ്ഞതും അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നതായി തോന്നി ശ്രീലക്ഷ്മിക്ക്. ആദ്യം തന്റെ സംശയം മാത്രമായിരിക്കുമെന്ന് തോന്നി, ശ്രദ്ധിക്കാതെയിരുന്നു. പക്ഷേ വീണ്ടും അതേപോലെ തോന്നിയപ്പോൾ രണ്ടും കൽപ്പിച്ച് ശ്രീലക്ഷ്മി അവളെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞപ്പോ അവൾ കണ്ടത് തന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന പ്രയാഗയായിരുന്നു. എക്സ്ക്യൂസ് മീ. സംശയത്തോടെ ശ്രീലക്ഷ്മി അവളെ വിളിച്ചു. ആ? ശ്രീലക്ഷ്മിയുടെ ശബ്ദം കേട്ട് അത്രയും നേരം ശ്രീലക്ഷ്മിയുടെ കഴുത്തിലെ നെക്ലസിൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന പ്രയാഗ എന്തോ സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ഞെട്ടി ഉണർന്നു. ഇസ് എവറിത്തിങ് ഫൈൻ? അവളുടെ നോട്ടവും ഭാവവും കണ്ട് സംശയത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചു. ആ, അതെന്താ അങ്ങനെ ചോദിച്ചത്? പ്രയാഗ കാര്യം മനസ്സിലാവാതെ തിരക്കി. അല്ല, താൻ എന്നെ ചുമ്മാ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് എനിക്കെന്തേലും പ്രശ്നമുള്ള പോലുണ്ടോ? ഹേയ് നോ, ഒരു കുഴപ്പമില്ല. ഞാൻ തന്റെ കഴുത്തിലെ ഡ്രീം ലവർ കണ്ട് നോക്കിപ്പോയതാ. ചിരിയോടെ പ്രയാഗ മറുപടി പറഞ്ഞ് കേട്ടപ്പോഴാണ് ആ കാര്യം ശ്രീലക്ഷ്മി ഓർത്തത്. ഓ, ഐ ആം സോറി. ഞാൻ പെട്ടെന്ന് കാര്യം മനസ്സിലാവാതെ വേറെന്തോ കരുതി. ശ്രീലക്ഷ്മി പെട്ടെന്ന് അബദ്ധം പിടഞ്ഞ പോലെ പറഞ്ഞു. ഹേയ്, ഇറ്റ്സ് ഓക്കെ. യു ഡോണ്ട് ഹാവ് ടു അപ്പോളജൈസ് ശ്രീലക്ഷ്മി. ചിരിയോടെ തന്നെയായിരുന്നു പ്രയാഗയുടെ മറുപടി. അല്പം മുമ്പേ സിദ്ധാർത്ഥിന്റെ കൂടെ വന്നെങ്കിലും അവനെപ്പോലെ ദുഷ്ടമനസ്സല്ല പ്രയാഗയ്ക്കെന്ന് മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും വേണ്ടിയിരുന്നില്ല. ശ്രീലക്ഷ്മിയെ നോക്കി നിന്ന ഋഷി അവളുമായി സംസാരിക്കുന്ന പ്രയാഗയെ കണ്ടു. സംശയത്തോടെ വീണ്ടും അവളെ ഓർത്തെടുക്കാൻ ഒരു ശ്രമം നടത്തി. ശ്രീലക്ഷ്മി, ഈ ഡ്രീം ലവർ നെക്ലസ് താൻ എവിടുന്നാ വാങ്ങിച്ചത്? ഐ മീൻ, ഇത് കാണാൻ പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റം അല്ലേ? പ്രയാഗ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ കഴുത്തിലെ ഡ്രീം ലവർ നോക്കി ചോദിച്ചു നിർത്തി. ജ്വല്ലറി ബിസിനസ് നടത്തി പോകുന്ന ഫാമിലിയായിരുന്നു പ്രയാഗയുടേത്. അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനൽ പീസ് ആഭരണങ്ങൾ കണ്ടാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നല്ല പോലെ ഉണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും ഇതുവരെ ഒരു ഡ്രീം ലവർ നേരിൽ കാണാനോ സ്വന്തമാക്കാനോ ഉള്ള ഭാഗ്യം ആൾക്ക് കിട്ടിയിരുന്നില്ല. അയ്യോ, ഇത് ഞാൻ വാങ്ങിയതല്ല പ്രയാഗ. എനിക്കിത് എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. അത്രയും താല്പര്യത്തോടെ തന്റെ കഴുത്തിലെ നെക്ലസിലേക്ക് നോക്കി നിൽക്കുന്ന പ്രയാഗയോട് ശ്രീലക്ഷ്മി സൗമ്യമായി പറഞ്ഞു. ഓ, ദാറ്റ് സോ സ്വീറ്റ് ഓഫ് യുവർ ഫ്രണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്കും ഒരു ഡ്രീം ലവർ ഒപ്പിച്ചു തരാമോ? പ്രയാഗയുടെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി ഒരു സെക്കൻഡ് എന്ത് പറയണം അവളോടൊന്ന് അറിയാതൊന്ന് പതറി. കാരണം അവളുടെ ഊഹം വെച്ച് തനിക്കിത് തന്ന ശരത്ത് ഓൾറെഡി എന്തുമാത്രം പണം ഇതിനായി അവന്റെ സ്വത്തിൽ നിന്നും ഉപയോഗിച്ച് കാണുമെന്ന് അവൾ മനസ്സിലാക്കി വെച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡ്രീം ലവർ കൂടെ വാങ്ങിക്കാൻ അവൻ എന്ത് ചെയ്യുമെന്ന് ശ്രീലക്ഷ്മി ഓർത്തുപോയി. ക്യാഷിനെ കുറിച്ചോർത്ത് ടെൻഷൻ ആവേണ്ട ശ്രീലക്ഷ്മി, അതിന്റെ ഡബിൾ ക്യാഷ് തന്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തോളാം. എനിക്ക് ഈ സാധനം കിട്ടാനില്ല എന്നൊരു പ്രശ്നമേ ഉള്ളൂ. പ്രയാഗ ചിരിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കണ്ണും മിഴിച്ച് അവളെ നോക്കി. ഡബിൾ എന്ന് പറയുമ്പോ 60 കോടി. ശ്രീലക്ഷ്മി മനസ്സിലോർത്തുപോയി. പ്ലീസ് ശ്രീലക്ഷ്മി, എനിക്ക് അത്രയും ഇഷ്ടമുള്ള സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള ജ്വല്ലറി ആയതുകൊണ്ടാ. പ്രയാഗ ഒറ്റ ശ്വാസത്തിൽ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു നിർത്തി. ശ്രീലക്ഷ്മി അവൾക്ക് വേണ്ടി ശരത്തിനെ വിളിക്കാൻ ഉറപ്പിച്ച് തന്റെ ഫോൺ എടുത്തു. ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ. ശ്രീലക്ഷ്മി ശരത്തിന്റെ നമ്പർ തിരയുന്നതിനിടയ്ക്ക് പറഞ്ഞു. അത് കേട്ട് പ്രയാഗ സന്തോഷത്തോടെ അവളെ നോക്കി. ഇതെല്ലാം ആ ടേബിളിൽ അവരിയ്ക്കുന്നതിന് ഓപ്പോസിറ്റായി ഇരുന്ന ഋഷി കാണുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി വിളിക്കാൻ പോകുന്നത് ശരത്തിനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഋഷി ചിരിയോടെ അത് നോക്കി നിന്നു. ശ്രീലക്ഷ്മിയുടെ കോൾ വരുമ്പോൾ
ശരത്ത് ഏതോ ബാറിലിരുന്ന് കുടിക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ കമ്പനിയുടെ തകർച്ച അവനെ നന്നേ തളർത്തിയിരുന്നു. അവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇന്ദ്രപ്രസ്ഥം ഒരു മുന്നറിയിപ്പും തരാതെ അവന്റെ കോൺട്രാക്ട് റദ്ദാക്കിയിരുന്നു. പോരാഞ്ഞ് അതിന് തൊട്ടടുത്ത നിമിഷം ഇൻകം ടാക്സ് അവന്റെ നികുതി വെട്ടിപ്പുകൾക്കെതിരെ ആക്ഷൻ എടുത്ത് അവന്റെ ശേഷിച്ച സ്വത്ത് മരവിപ്പിച്ചിരുന്നു. ഹലോ ശരത്. ആരാണ് വിളിച്ചതെന്ന് പോലും നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു ശരത്ത്. എടുത്ത പാടെ ശ്രീലക്ഷ്മിയുടെ സ്വരം കേട്ടതും അത് അവളാണെന്ന് അവൻ മനസ്സിലാക്കി. ആ എന്താ ലക്ഷ്മി? ശരത്ത് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. മറ്റൊന്നിനുമല്ല ഞാൻ വിളിച്ചത്. താൻ ഇന്നലെ തന്ന ഡ്രീം ലവർ നെക്ലസ് ഇല്ലേ, അതിനെക്കുറിച്ച് ചോദിക്കാനായിരുന്നു. ശ്രീലക്ഷ്മി ചോദിച്ചു നിർത്തിയത് കേട്ട് ശരത്ത് ഒന്ന് ആലോചിച്ചു. ഏത്, ആ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രീം ലവറോ? ശരത്തിന്റെ മറുചോദ്യം കേട്ട് ശ്രീലക്ഷ്മി നെറ്റി ചുളിച്ചു. എന്ത്, ഡ്യൂപ്ലിക്കേറ്റോ? ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു. അത് കേട്ട് അവൾക്കടുത്തിരുന്നിരുന്ന പ്രയാഗ പറയുന്നത് ശ്രദ്ധിച്ചു. ആന്നേ, തനിക്ക് വേണ്ടി ഞാൻ പണിയിച്ച ഡ്യൂപ്ലിക്കേറ്റ് ഡ്രീം ലവർ. എന്താ, തനിക്കത് തിരിച്ചു വേണോ? തരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, അതെന്റെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ തന്റെ ഹസ്ബൻഡ് ഋഷിയില്ലേ, അവൻ അത് എറിഞ്ഞത് കാരണം അതിന്റെ സ്റ്റോൺ ചില്ലത് ഇളകിയിട്ടുണ്ട്. താൻ ശരിയാക്കിക്കൊള്ളൂ അത്. ശരത്തിന്റെ ആ ചോദ്യങ്ങളെല്ലാം കേട്ട് അന്താളിച്ചു നിന്നു ശ്രീലക്ഷ്മി. താൻ വേറെ ഡ്രീം ലവർ എനിക്ക് വാങ്ങിച്ചിട്ടില്ലേ? അത് താനല്ലേ അപ്പോ? ശ്രീലക്ഷ്മി ചോദിച്ചു. എന്തോന്ന്? കാര്യം പിടികിട്ടാതെ ശരത്ത് ചോദിച്ചു. ശ്രീലക്ഷ്മിക്ക് തന്റെ കഴുത്തിലുള്ള ഡ്രീം ലവർ അവന്റെ വകയല്ലെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഹേയ് ശ്രീലക്ഷ്മി, ഓൾ ഓക്കെ? ശ്രീലക്ഷ്മി ആകെ അസ്വസ്ഥതയായത് കണ്ട് പ്രയാഗ ചോദിച്ചു. അത് കേട്ടവൾ എന്ത് പറയണമെന്നറിയാതെ പ്രയാഗയെ നോക്കി. ഐ എം സോറി പ്രയാഗ, എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ അറിയുന്ന ആരോ കുറച്ച് സർപ്രൈസ് ആയിട്ട് തന്നതായിരുന്നു. പക്ഷേ എനിക്കറിയില്ല അതാരാണെന്ന്. സോ എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഐ എം സോറി. ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് പ്രയാഗ ഒന്ന് ചിരിച്ചു. എവിടെയോ ഒരു ചെറിയ സങ്കടം നിഴലിച്ചൊരു പുഞ്ചിരി. ഇറ്റ്സ് ഓക്കെ ശ്രീലക്ഷ്മി, എനിക്കത് കിട്ടാനുള്ള യോഗമായിട്ടില്ലെന്ന് തോന്നുന്നു. പോട്ടെ, യോഗമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് സ്വന്തമാക്കും. പ്രയാഗ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും അവളെ ഋഷി എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തെടുത്തിരുന്നു. ത്രൈ മീഡിയയുമായി ചേർന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മാജിക് ക്രിസ്റ്റൽ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഹെഡായിരുന്നു പ്രയാഗ. അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഉയരത്തിലെത്തിയ പ്രയാഗ ചെറിയ ആളല്ലെന്ന് ഋഷി മനസ്സിലോർത്തു. ഒരു ഭാഗത്ത് ഋഷി ചിരിയോടെ അതെല്ലാം മനസ്സിലോർത്തു നിൽക്കെ, മറുഭാഗത്ത് ശ്രീലക്ഷ്മി ആ ഡ്രീം ലവർ തനിക്ക് തന്നത് ആരാണെന്നുള്ള കടുത്ത ആലോചനയിലായിരുന്നു. ഇനി ഋഷിയായിരിക്കോ? ഋഷിയെ നോക്കി ശ്രീലക്ഷ്മി സ്വയം ചോദിച്ചു. ഏയ്, അവനാവില്ല. എനിക്ക് വേണ്ടി ഇന്നലെ തന്ന 4 കോടി തന്നെ പാവം ആരോടെങ്കിലും കടം വാങ്ങിയതായിരിക്കും. ഇതിനുള്ള 30 കോടിയൊക്കെ ഋഷി എങ്ങനെ ഉണ്ടാക്കാനാ? അതും മനസ്സിലോർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ നിന്നും മഹാദേവിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്റെ കൊച്ചുമകൾ കാരണം ഞങ്ങളുടെ വർമ്മ ഗ്രൂപ്പിന് ത്രൈ മീഡിയയിൽ ലഭിച്ച ഓപ്പർച്യൂണിറ്റിയുടെ സെലിബ്രേഷന്റെ ഭാഗമായാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പോ ഏത് രീതിയിലെ ബുദ്ധിപരമായുള്ള നീക്കങ്ങൾ കൊണ്ടാണ് എന്റെ കൊച്ചുമകൾ ശ്രീലക്ഷ്മി ഈ കാര്യം സാധിച്ചതെന്നറിയാൻ എന്നെപ്പോലെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? മഹാദേവി സ്റ്റേജിൽ നിന്നും ചോദിച്ചതും ഉണ്ടെന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന സർവരും ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ട് ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ശ്രീലക്ഷ്മിയെ മഹാദേവി അടുത്ത നിമിഷം തന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നു. ശ്രീലക്ഷ്മി മോളെ വാ. മഹാദേവി അവളെ സ്റ്റേജിലേക്ക് വിളിച്ചതിന്റെ കൂടെ മറ്റുള്ളവരുടെ നോട്ടം കൂടിയായതും ശ്രീലക്ഷ്മിക്ക് സ്റ്റേജിലേക്ക് പോവാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. ആകാംക്ഷയോടെയുള്ള എല്ലാവരുടെയും നോട്ടം കണ്ടതും മടിയോടെ ശ്രീലക്ഷ്മി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ശരിക്കും അവിടുത്തെ ചെയർമാനെ കണ്ടില്ല. ഞാൻ അവിടേക്ക് പോയി അല്പനേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു സ്റ്റാഫ് വന്നെനിക്ക് സൈൻ ചെയ്യാനുള്ള എഗ്രിമെന്റ് തന്നു. അത് വായിച്ച് സൈൻ ചെയ്യാൻ പറഞ്ഞു. അവരുടെ ID കാർഡിൽ കണ്ട പേര് നിഹാരിക എന്നായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് ചെയർമാന്റെ PA ആണ്. അത് കഴിഞ്ഞ് ചെയർമാനെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ചെയർമാൻ എന്തോ പ്രധാനപ്പെട്ട മീറ്റിംഗിലാണെന്നും അപ്പോൾ കാണാൻ സാധിക്കില്ലെന്നും പറഞ്ഞു. അന്ന് നടന്നതെല്ലാം അവൾ തുറന്നു പറഞ്ഞു. നീ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ, നീയും മീനാക്ഷിയും ഇന്നലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത പോലെ ഒന്നും അവിടെ പോയി ചോദിക്കേണ്ടിയോ പറയേണ്ടിയോ വന്നില്ലേ? ശ്രീലക്ഷ്മിയെ നോക്കി കേട്ടത് വിശ്വസിക്കാനാവാതെ ദേവയാനി അമ്മ ചോദിച്ചു. ഇല്ലമ്മേ,
ഞാൻ ശരിക്കും അവിടെ ഉണ്ടായ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ശ്രീലക്ഷ്മി സൗമ്യമായി പറഞ്ഞു. അത് കേട്ടിരുന്നവരെല്ലാം പരസ്പരം നോക്കി. എല്ലാം കേട്ട് ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് മുഷ്ടി ചുരുട്ടി തന്റെ ചാൻസിനായി കാത്തിരുന്നു. ഇതിലിപ്പോ ശ്രീലക്ഷ്മി എന്ത് മലമറിച്ചെന്നാ നിങ്ങൾ രണ്ടാളും പറയുന്നേ? അവൾ പ്രത്യേകിച്ച് വലിയ എഫേർട്ട് എന്തെങ്കിലും എടുത്തതായി അവൾ തന്നെ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിയില്ല. അവൾക്ക് ഭാഗ്യമുണ്ടെന്നാ അതിന് പറയേണ്ടത്, അല്ലാതെ സ്കില്ലുണ്ടെന്നല്ല. ഏതോ ഒരു അമ്മാവൻ അഭിപ്രായം പറഞ്ഞു. അയാൾ തുറന്നടിച്ച് അങ്ങനെ പറഞ്ഞതിൽ സിദ്ധാർത്ഥ് ശരിക്കും സന്തോഷിച്ചു. അയാൾ ഒറ്റയടിക്കാ പറഞ്ഞത് ശ്രീലക്ഷ്മിക്ക് ശരിക്കും വിഷമമായി. അതെ, ചുരുക്കം പറഞ്ഞ ശ്രീലക്ഷ്മി വലിയ എഫേർട്ടൊന്നും എടുക്കാതെയാണ് കാര്യം സാധിച്ചത്. മറ്റുള്ളവരും ശ്രീലക്ഷ്മിയെ നിസ്സാരമാക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രീലക്ഷ്മി മുത്തശ്ശിയെ നോക്കി. അവർ ഒരഭിപ്രായവും പറയാതെ ഇരിക്കുകയായിരുന്നു. മുത്തശ്ശി, ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നാണോ മുത്തശ്ശിക്കും തോന്നുന്നത്? ശ്രീലക്ഷ്മി അവളുടെ വിഷമം തുറന്നു ചോദിച്ചു. മഹാദേവി വർമ്മ അത് കേട്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഭാവവുമില്ലാതെ ശ്രീലക്ഷ്മി ഒന്ന് നോക്കി. അവളുടെ ചോദ്യത്തിന് ഒരു ഉത്തരം അവർക്കില്ലായിരുന്നു. എപ്പോഴും അവർക്കിഷ്ടക്കൂടുതൽ സിദ്ധാർത്ഥിനോടായിരുന്നു. ഇപ്പോൾ ഈ ഫാമിലി ബിസിനസ് നിലനിൽക്കുന്നതിലെ ശ്രീലക്ഷ്മിയുടെ പങ്ക് അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. മിക്കവാറും വർമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്ത് കയറിയിരിക്കാനാവും അവളുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ മോളെ ശ്രീലക്ഷ്മി, അതങ്ങ് മറന്നേക്ക്. ഞാൻ ഇതിന് സമ്മതിക്കില്ല, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റു. ശ്രീലക്ഷ്മി എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണല്ലോ ഇവിടെ പലരും ഓരോന്നും പറയുന്നത്. ആൻഡ് മുത്തശ്ശി എന്തോന്നും മിണ്ടാതിരുന്നത്? മുത്തശ്ശിക്കറിയില്ലേ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിരുന്നു? ഹ, അങ്ങനെ പറയാതെ സിദ്ധാർത്ഥ്. നിന്റെ സംസാരം കേട്ടാ ആദ്യം ശ്രീലക്ഷ്മിയെ വിട്ട് രണ്ടാമത് നീ പോയിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിച്ചേനെ എന്ന് തോന്നുമല്ലോ. ശ്രീലക്ഷ്മിയെ നേരത്തെ സപ്പോർട്ട് ചെയ്ത ഒരു സ്ത്രീ പറഞ്ഞു. അത് കേട്ട് ഋഷി ഒന്ന് ചിരിച്ചു. ഹ, ചെറിയ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ യു ആർ സോ റൈറ്റ്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആ ഡീൽ ഓക്കെ ആക്കിയേനെ. അന്ന് പോയി ആ ത്രൈ മീഡിയയുടെ ചെയർമാനെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാ ഇത് ശ്രീലക്ഷ്മിയുടെ കയ്യിലെത്തിയത്. രണ്ടാം തവണ ശ്രീലക്ഷ്മി പോവാൻ തീരുമാനിച്ചപ്പോഴേക്ക് അവിടുത്തെ ആ ചെയർമാന് നമ്മുടെ വർമാസിനെ പറ്റി അന്വേഷിച്ച് ഇംപ്രസ് ആയി കാണും. വൈകാതെ ശ്രീലക്ഷ്മി അവിടേക്ക് പോയപ്പോ നമ്മൾ എത്രമാത്രം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ സംസാരം മതി. എനിക്ക് മനസ്സിലാവും സിദ്ധു നീ പറഞ്ഞത്. നീ ഇതിനായി എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തുവെന്നും ഞാൻ കണ്ടതല്ലേ മോനെ. സോ ഇവിടെ കൂടിയ എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മുടെ വർമാസ് ഗ്രൂപ്പിന്റെ ഈ നേട്ടത്തിന് വലിയൊരു കാരണം എന്റെ കൊച്ചുമകനായ സിദ്ധാർത്ഥാണ്. ശ്രീലക്ഷ്മി ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഷീ ഓൾസോ വാസ് എ പാർട്ട് ഓഫ് ദിസ്. അതുകൊണ്ട് ഇന്നത്തെ ട്രീറ്റ് ശ്രീലക്ഷ്മിയുടെ മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ വകയും കൂടിയാണ്. എല്ലാവരും വേണ്ടത് കുടിച്ചാൽ മാത്രം മതി. ബില്ലിനെ കുറിച്ച് ഓർത്ത് ആരും ബോധേഡാവണ്ട. അതും പറഞ്ഞ് സിദ്ധാർത്ഥ് അവന്റെ വാലറ്റിൽ നിന്നും കാർഡ് പുറത്തേക്കെടുത്ത് ഉയർത്തി കാണിച്ചു. അതൊരു തരം VIP കാർഡായിരുന്നു. ഓ, ഇതാ പ്ലാറ്റിനം കാർഡല്ലേ? ബന്ധുക്കളിൽ ആരോ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് ചിരിയോടെ തലയാട്ടി. എല്ലാം കണ്ടുകൊണ്ട് നിന്ന പ്രയാഗയ്ക്കും അവൻ വളരെ റിച്ചാണെന്ന് മനസ്സിലായിരുന്നു. കാരണം പ്രയാഗയുടെ കൈവശമുള്ള കാർഡ് സിദ്ധാർത്ഥിന്റെ കാർഡിനേക്കാൾ ഒരു പിടി താഴെയുള്ള ഗോൾഡ് കാർഡായിരുന്നു. ഗോൾഡ് കാർഡിലെ മിനിമം ബാലൻസ് 50 ലക്ഷവും പ്ലാറ്റിനം കാർഡിലേത് 85 ലക്ഷവുമായിരുന്നു. ഹ, എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ജസ്റ്റ് എൻജോയ് ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടത് വേണ്ട അത്രയും കഴിച്ചോളൂ. ഐ ആം ദ വൺ ഹു ഗോണ പേ ഓൾ ഫോർ ദിസ്. ഒന്നിന് ഒരു മടിയും കാണിക്കണ്ട, വേണ്ടതെല്ലാം കഴിച്ചോളൂ. സിദ്ധാർത്ഥ് വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സർ, ബിൽ. അല്പം കഴിഞ്ഞതും ഒരു വെയിറ്റർ ബിൽ പേ ചെയ്യാനായി സിദ്ധാർത്ഥിനെ സമീപിച്ചു. ആ ബില്ലൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൻ അവന്റെ കാർഡ് അയാൾക്ക് നേരെ നീട്ടി. ഇതിപ്പോ 10-30ഓളം പേരുടെ ബിൽ പേ ചെയ്താലും എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവും. ഇവിടെ ചിലർക്കൊക്കെ ഒറ്റ ആളുടെ സ്വന്തം ബില്ലെങ്കിലും പേ ചെയ്യാനുള്ള കഴിവുണ്ടോ ആവോ. മേ ബി അത്തരക്കാരൊക്കെ ഇതുപോലുള്ള ഫംഗ്ഷൻസിലാവും എക്സ്പെൻസീവ് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ട്രൈ ചെയ്യുന്നത്. പാവങ്ങൾ, അവരും എന്റെ ചെലവിൽ അർമാദിക്കട്ടെ. ഋഷിയെയും ശ്രീലക്ഷ്മിയെ നോക്കി പുച്ഛത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ആ വെയിറ്റർ തിരിച്ചു വന്നു. എക്സ്ക്യൂസ് മീ സർ, നിങ്ങളുടെ കാർഡ് വർക്കാവുന്നില്ലല്ലോ. ഇത് എക്സ്പയർ ഡേറ്റ് ആയതൊന്നും അല്ലല്ലോ. തിരികെ വന്ന വെയിറ്റർ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു. അത് കേട്ടവൻ നെറ്റി ചുളുക്കി. നോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതിന്റെ ഡേറ്റ് നെക്സ്റ്റ് 2 ഇയർ വരെയുണ്ട്. ആത്മവിശ്വാസത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. എങ്കിൽ പിന്നെ സാറിന്റെ അക്കൗണ്ടിൽ അത്ര ബാലൻസ് ഉണ്ടാവില്ല.
അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല സർ. തന്റെ വിനയഭാവം വിടാതെ തന്നെ അയാൾ പറഞ്ഞു. വാട്ട് ദ ബുൾഷിറ്റ് ആർ യു ടോക്കിംഗ്? എന്റെ അക്കൗണ്ടിൽ 85 lakhs ഉണ്ട്. കുറച്ച് മുന്നേ വരെ ഞാൻ ചെക്ക് ചെയ്തതാ. ചിലപ്പോ നിങ്ങളുടെ മെഷീൻ കംപ്ലൈന്റ് ആയിരിക്കും. ഇങ്ങനെ കേടായ മെഷീൻ വെച്ചോണ്ട് നിൽക്കാതെ മാറ്റിക്കൂടെ നിങ്ങൾക്ക്? അഹങ്കാരവും പുച്ഛവും നിറഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. ഓ സാർ, സാറിന്റെ ബാലൻസ് 85 lakhs ആണെങ്കിൽ അത് മെഷീന്റെ കുഴപ്പമല്ല. സാറിന്റെ ബില്ല് അതിലും കൂടുതലാണ്. ഇറ്റ് ഈസ് എബവ് 1 crore. ജസ്റ്റ് ചെക്ക് ഇറ്റ് സർ. ബില്ലും കാർഡും സിദ്ധാർത്ഥിന് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. അത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും. അപ്പോഴും താൻ വിചാരിച്ചതെന്തോ സംഭവിച്ചതുപോലെ ഋഷി ചിരിക്കുന്നുണ്ടായിരുന്നു. വാട്ട് ദ ഹെൽ? ഇതെന്ത് ബില്ലാണ്? 1,75,000 rupees? ഞാനിത് ആദ്യമായിട്ടൊന്നല്ല ഒരു 7-star ഹോട്ടലിൽ നിന്ന് പാർട്ടി നടത്തുന്നതും പേ ചെയ്യുന്നതും. വിളിക്ക് നിങ്ങളുടെ മാനേജറെ, വിളിക്ക്. സിദ്ധാർത്ഥ് വെയിറ്ററോട് ചൂടാവാൻ തുടങ്ങി. ആ ബില്ല് കേട്ട് വന്ന ബന്ധുക്കളും ബില്ലിനേക്കാളേറെ സിദ്ധാർത്ഥിന്റെ ഭാവമാറ്റം കണ്ട് ചെറുതായി ഞെട്ടിയിരുന്നു. ഏറെ വൈകാതെ മാനേജർ ആ പാർട്ടി ഹാളിലേക്ക് കടന്നു വന്നു. സർ, നിങ്ങളാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? സിദ്ധാർത്ഥിനെ നോക്കി സംശയത്തോടെ അയാൾ തിരക്കി. ഓ, നിങ്ങളാണോ ഈ ഹോട്ടലിന്റെ മാനേജർ? അയാളെ നോക്കി ദേഷ്യവും പുച്ഛവും കലർന്ന ഭാവത്തിലായിരുന്നു സിദ്ധാർത്ഥ് ചോദിച്ചത്. അതെ, എനി പ്രോബ്ലം സർ? പുരികമുയർത്തി അയാൾ ചോദിച്ചു. സർ, ഈ ബില്ല് നമ്മൾ ഇട്ടതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ നിന്നിരുന്ന ഒരു വെയിറ്റർ മുൻപിലേക്ക് വന്ന് പറഞ്ഞത് കേട്ട് മാനേജറുടെ മുഖം ചുളിഞ്ഞു. ഗീവ് മി ബിൽ സർ, ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. കടുത്ത സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും ബില്ല് വാങ്ങി മാനേജർ നോക്കി. കഴിച്ച ഫുഡും കാര്യങ്ങളും 25 ലക്ഷത്തിൽ താഴെ ബില്ലായിട്ടുള്ളൂ. പക്ഷേ ബാക്കി താങ്കൾ ഓർഡർ ചെയ്തിരിക്കുന്ന വൈനെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അതിൽ പലതും ഒത്തിരി ഇയേഴ്സ് പഴക്കമുള്ള ബ്രാൻഡഡ് വൈനായിരുന്നു. അതാണ് ബില്ല് മൊത്തത്തിൽ അത് ഇത്ര കോസ്റ്റ്ലി ആവാൻ കാരണം. മാനേജർ ശാന്തമായ സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു. പിന്നെ 1000 years ഓൾഡ് വൈൻ? ഞാനിത് വിശ്വസിക്കണമായിരിക്കും അല്ലേ? എന്തായാലും പുതിയ നമ്പർ കൊള്ളാം. പക്ഷേ മര്യാദയ്ക്ക് അതിന്റെ ഒറിജിനൽ ബില്ല് എത്രയാന്ന് പറ. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. മാനേജർ സൗമ്യമായി തന്നെ അവനോട് പെരുമാറാൻ ശ്രമിച്ചു. ഓഹോ, അത്രയ്ക്കായോ? എങ്കിൽ പിന്നെ നിങ്ങളുടെ ഓണറില്ലേ, അങ്ങനെ വിളിക്കേ. അയാളെ കണ്ട് സംസാരിച്ച് എനിക്ക് ബോധ്യപ്പെടണം. സിദ്ധാർത്ഥ് വീണ്ടും ശബ്ദമുയർത്തി പറഞ്ഞു. എക്സ്ക്യൂസ് മീ സർ, കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ അങ്ങനെ പറയൂ. അല്ലാതെ ഓണറിനെ വിളിക്കുക മാനേജറെ വിളിക്കുക എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മാനേജറുടെ ആ വാക്കുകൾ കേട്ട് സിദ്ധാർത്ഥിന് തന്റെ ഉള്ളിലെ ദേഷ്യം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. ആരുടെ കയ്യിലടാ ക്യാഷ് ഇല്ലാതെ? നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മര്യാദയ്ക്ക് നിങ്ങളുടെ ഓണറിനെ വിളിക്ക്. എനിക്ക് അയാളോടാ സംസാരിക്കാനുള്ളത്. മാനേജറുടെ കോളറിൽ കുത്തിപ്പിടിച്ച് അയാളെ ചുമരോട് ചേർത്തായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത്. ഏയ്, എന്താ ഇവിടെ? എന്താ പ്രശ്നം? ആകെ അമ്പരന്ന് നിന്ന ഹോട്ടൽ സ്റ്റാഫിന്റെയും വർമാസ് നടത്തിയ പാർട്ടിക്ക് വന്ന ആളുകളുടെയും പിന്നിൽ നിന്നുള്ള ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. മിസ്റ്റർ ലക്ഷ്മൺ വാര്യർ. അങ്ങോട്ട് കടന്നു വന്ന ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ ലക്ഷ്മൺ വാര്യരെ കണ്ട് മഹാദേവി ഞെട്ടലോടെ പറഞ്ഞു. ആ ഞെട്ടൽ വിട്ടുമാറും മുമ്പേ മഹാദേവി തിടുക്കത്തിൽ വന്ന് സിദ്ധാർത്ഥിനെ മാനേജറുടെ അടുത്തു നിന്നും പിടിച്ചു മാറ്റി. ക്ഷമിക്കണം, എന്റെ കൊച്ചുമോൻ അല്പം അധികം മദ്യപിച്ചുപോയി. അതാ ഇങ്ങനെ പറ്റിയത്. ലക്ഷ്മണിനെ നോക്കി തല താഴ്ത്തിക്കൊണ്ട് മഹാദേവി പറഞ്ഞു. അയാൾ കേവലം ഒരു ഹോട്ടൽ ഓണർ മാത്രമായിരുന്നില്ല. ഇന്ത്യയെമ്പാടും പലതരത്തിലുള്ള തന്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ വലിയ ബിസിനസ് മാനായിരുന്നു. മഹാദേവി അയാളെ ഭയപ്പെടുന്നതിന് കാരണവും അതുതന്നെയായിരുന്നു. എല്ലാവരും കേൾക്കാനായി പറയുകയാണ് ഞാൻ. ഈ ബിൽ സിദ്ധുവിന്റെ തലയിലാക്കി നമുക്ക് പോവാൻ പറ്റില്ല. ഇപ്പോ അവനെ സഹായിക്കാനായി എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കണം. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ അടയ്ക്കൂ. ബാക്കി തുക സിദ്ധുവും ഞാനും കൂടി കൊടുക്കാം. മഹാദേവി അവിടെ ബാക്കിയുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ നോക്കി പറഞ്ഞു. എല്ലാവരും ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നിരുന്നാലും 2 പേർ മാത്രം അവിടെ ഇതെല്ലാം കേട്ട് പകച്ചു നിന്നു. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എല്ലാവർക്കും 5 ലക്ഷം പേ ചെയ്യാൻ പറ്റുമോ മുത്തശ്ശി? സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം കേട്ട് എല്ലാവരുടെയും നോട്ടം അവന്റെ ദൃഷ്ടി പതിഞ്ഞെടുത്ത് ചെന്നെത്തി. അവന്റെ പുച്ഛത്തോടുള്ള ആ നോട്ടം മറ്റാരുടെ നേരെ ആയിരുന്നില്ല, ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെയും നേരെയായിരുന്നു. ചെറിയ എന്തെങ്കിലും തുകയായിരുന്നെങ്കിൽ തങ്ങളുടെ ബില്ലിന്റെ തുക കൊടുക്കാൻ കരുതിയ ശ്രീലക്ഷ്മിയും ദേവയാനിയും 5 ലക്ഷം എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ കുഴഞ്ഞിരുന്നു. ഋഷി തനിക്ക് തന്നിരുന്ന ആകെ ഉണ്ടായിരുന്ന 4 കോടി ഇന്നലെ തന്നെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നൽകിയത് ശ്രീലക്ഷ്മി ഓർത്തു. നിന്റെ മാത്രമല്ല ശ്രീലക്ഷ്മി,
വേലയും കൂലിയില്ലാത്ത നിന്റെ ഹസ്ബൻഡിന്റെയും സെയിം അവസ്ഥയിൽ തന്നെയുള്ള നിന്റെ അമ്മയുടെയും കൂടെ ബില്ല് ചേർത്ത് 15 ലക്ഷം അതുണ്ടാവോ നിന്റെ കയ്യില്? സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഋഷിയുടെ ശബ്ദം ആ ഹോളിൽ പ്രതിധ്വനിച്ചു. ഉണ്ട്. ലക്ഷ്മൺ വാര്യർ നോക്കിയപ്പോൾ പിന്തിരിഞ്ഞ് അവിടെ ഇരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ ശബ്ദത്തിനുടമ. അത് കാണേ അയാളുടെ കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞു. എക്സ്ക്യൂസ് മീ, താങ്കളൊന്ന് ഇങ്ങോട്ട് തിരിയോ? ഋഷി ഇരുന്നിടത്തേക്ക് നോക്കി അയാൾ സംശയത്തോടെ തന്നെ ചോദിച്ചു. ഹേയ് ലക്ഷ്മൺ സാർ. കുസൃതിയോടെയുള്ള ഋഷിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മൺ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞതും അയാൾ കണ്ടത് തനിക്കടുത്ത് വന്ന് നിൽക്കുന്ന ഋഷിയെയാണ്. ഋഷി സാർ, ഇത് ശരിക്കും നിങ്ങൾ തന്നെയായിരുന്നോ? ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഋഷിയാണോ അയാൾ സാറെന്ന് വിളിച്ചത്? ഋഷി സാർ, ഞാൻ നിങ്ങളെ എന്തുമാത്രം മിസ് ചെയ്തെന്നോ? ഋഷിയെ നോക്കി സങ്കടവും സന്തോഷവും സമ്മിശ്രമായി ലക്ഷ്മൺ പറഞ്ഞു. ദേ, ഇനി ഒരിക്കൽ കൂടെ എന്നെ സാറെന്ന് വിളിച്ച എന്റെ സ്വഭാവം മാറുവേ. മര്യാദയ്ക്ക് എന്നെ പേര് വിളിച്ചോണം, കേട്ടല്ലോ? വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന ഋഷിയെ കണ്ടുപിടിക്കാനും സഹായിക്കാനുമായ അയാൾ പഠിച്ച പണി 18 നോക്കിയെങ്കിലും അന്നൊന്നും നടന്നില്ല. ദേ, ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഋഷി തനിക്ക് മുൻപിൽ വന്നിരിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ ലക്ഷ്മൺ? ഋഷിയുടെ ആ ചോദ്യം കേട്ടാണ് ലക്ഷ്മൺ പഴയ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നത്. എന്താ സാർ, എന്താ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്? സംശയത്തോടെ ലക്ഷ്മൺ ചോദിച്ചു. അത് കേട്ട് ഋഷി കൃത്രിമ ദേഷ്യത്തോടെ ലക്ഷ്മണിനെ നോക്കി കണ്ണുരുട്ടി. സാർ എന്ന് വിളിക്കില്ലെന്നല്ലേ തന്നോട് പറഞ്ഞത്? ഋഷി ആ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ ചിരിച്ചു പോയിരുന്നു. ഞാൻ എന്തോ ചെയ്യാനാ, ശീലായി പോയില്ലേ. അതും പറഞ്ഞ് ഋഷിയും ലക്ഷ്മണും ചിരിച്ചു. വർമാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ യാതൊരു വാല്യൂം കൊടുത്തിട്ടില്ലാത്ത ആളായിരുന്നു ഋഷി. അങ്ങനെയുള്ള അവനെ ഇന്ത്യയിലെ തന്നെ ഫേമസ് ബിസിനസ്മാനിൽ ഒരാളായ ലക്ഷ്മൺ സാർ എന്ന് വിളിച്ചു. അത് തികച്ചും അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. സംസാരിച്ചെന്ന് നമ്മൾ എവിടെയോ എത്തി. അപ്പൊ ലക്ഷ്മൺ, ഞാൻ പോയി ഫുഡിന്റെ ക്യാഷ് പേ ചെയ്യട്ടെ. പോക്കറ്റിൽ നിന്നും കാർഡ് എടുത്ത് ഋഷി പറഞ്ഞത് കേട്ട് ലക്ഷ്മണിന്റെ ഭാവം മാറി. എന്താ സാർ ഇത്? ഈ ഹോട്ടൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ കാരണം നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ ഫുഡിന്റെ പേ ചെയ്യണമെന്നോ? ദിസ് ഈസ് നോട്ട് ഫെയർ. ലക്ഷ്മൺ പറഞ്ഞത് കേട്ട് ഋഷി ചിരിച്ചു. ഈ ഹോട്ടൽ ഇവിടെ നിൽക്കാൻ കാരണം തന്റെ ഹാർഡ് വർക്കാണ്. അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാനിപ്പോൾ കഴിച്ച ഈ ഫുഡിന് പേ ചെയ്തില്ലെങ്കിൽ അത് ഈ ഫുഡ് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട അത്രയും എംപ്ലോയീസിനെ കഷ്ടപ്പെടുത്തുന്ന പോലെയാണ്. സോ ഞാൻ പേ ചെയ്യണം ലക്ഷ്മൺ. ഋഷി ആ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ മറുപടി എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ അതിനു മുൻപേ അവൻ എഴുന്നേറ്റ് മാനേജർക്കടുത്തേക്ക് നടന്നിരുന്നു. ഞാൻ, എന്റെ വൈഫ് ശ്രീലക്ഷ്മി, പിന്നെ എന്റെ മദറിൻലോ, ഈ 3 പേർക്കും 15 ലക്ഷം രൂപയുടെ ബില്ല് തരും. ഋഷി ഒരു നേർത്ത ചിരിയോടെ അതും പറഞ്ഞ് തന്റെ കാർഡ് മാനേജർക്ക് നേരെ വെച്ച് നീട്ടി. പക്ഷേ അത് സ്വീകരിക്കാതെ അയാൾ സംശയത്തോടെ ലക്ഷ്മണിനെ നോക്കി. അത് വാങ്ങിക്കരുത് ദാസ്. ഋഷിക്കും ഫാമിലിക്കും ഇപ്പോഴെന്നല്ല എപ്പോഴും ഇനി ഇവിടെ നിന്നുള്ള ഫുഡ് ഫ്രീ ആയിരിക്കണം. ലക്ഷ്മൺ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് ഋഷി കണ്ണുരുട്ടി അയാളെ നോക്കി. ഓഹ്, കണ്ണുരുട്ടാതെ. 50% ഓഫ്. ദയവ് ചെയ്ത് ഇനി ഇതും പറ്റില്ലെന്ന് പറഞ്ഞേക്കരുത്. ഋഷിയുടെ ഭാവം കണ്ട് ലക്ഷ്മൺ പെട്ടെന്ന് മാറ്റി പറഞ്ഞ് തനിക്ക് നേരെ കൈകൂപ്പി. അങ്ങനെയെങ്കിൽ അങ്ങനെ, ബില്ല് തരൂ. മാനേജറിനെ നോക്കി ഋഷി പറഞ്ഞത് കേട്ട് അയാൾ ചിരിയോടെ തലയാട്ടി. ഏതോ ഒരു സ്റ്റാഫിനെ അടുത്തേക്ക് വിളിച്ചു. വെയിറ്റ്, ഋഷിക്കും ഋഷിയുടെ ഫാമിലിക്കും 50% ഓഫ് എന്നല്ലേ പറഞ്ഞത്? അപ്പോ ഞങ്ങൾക്കും ഓഫ് ഉണ്ടാവില്ലേ? മാനേജറിനെ നോക്കി മഹാദേവി ചോദിച്ചു. അത് കേട്ട് അവിടെ നിന്നിരുന്നവർ മുഴുവൻ മാനേജറുടെ മറുപടിക്കായി കാതോർത്തു. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ കൊച്ചുമോൻ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഋഷിയും തമ്മിൽ വലിയ ബന്ധമില്ലെന്നൊക്കെ? എന്നിട്ടിപ്പോ പെട്ടെന്ന് എന്താ മാറ്റി പറയുന്നത്? അവരോട് ആ മറുചോദ്യം ചോദിച്ചത് ലക്ഷ്മണായിരുന്നു. യാതൊരു ഇളവും നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് പണമില്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് ബില്ല് പേ ചെയ്യാനുള്ള വഴി നോക്കിക്കോളൂ. ഋഷിയെ അവർ ആവശ്യമില്ലാതെ പുച്ഛിച്ചതെല്ലാം നേരത്തെ ലക്ഷ്മൺ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അയാൾ വിചാരിച്ചു. ആദ്യമായി മഹാദേവിക്ക് തന്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥിനോട് ദേഷ്യം തോന്നി. നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നതാ, നിന്റെ ആ മുൻകോപമെല്ലാം മാറ്റിവെച്ച് നല്ലതുപോലെ ബിഹേവ് ചെയ്യാൻ. ഇപ്പൊ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ അമണിയിൽ പോയി ചാടിയത്. മുത്തശ്ശിയിൽ നിന്നും ആ വാക്കുകൾ കേട്ടതും സിദ്ധാർത്ഥ് തല താഴ്ത്തി അവിടെ നിന്നു. ഋഷി സാർ, ഹിയർ യുവർ ബിൽ, 7.5 lakhs. കാർഡല്ലേ സാർ? തന്റെ കയ്യിൽ ബിൽ കിട്ടിയതും
അത് വായിച്ച് തെറ്റൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ മാനേജർ ശേഷം അത് ഋഷിക്ക് കൈമാറുന്നതിനിടെ പറഞ്ഞു, ഹാ, കാർഡ് കാണും, പക്ഷേ അതിൽ പൈസ കാണത്തില്ല, അല്ലേ ഋഷി? അത്രയൊക്കെ ആയിട്ടും ഋഷിയെ കളിയാക്കാനുള്ള ഒരവസരം പാഴാക്കാതിരുന്ന സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു. എല്ലാവരും അവിശ്വാസഭാവത്തിൽ അവനെ നോക്കി. പക്ഷേ അതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന ശ്രീലക്ഷ്മിക്കും ദേവയാനിയമ്മയ്ക്കും ആകെ ഒരു ഭയം വന്നിരുന്നു. ഋഷിയുടെ കയ്യിലെ ആകെ പണമുള്ള ഡെബിറ്റ് കാർഡ് അവൻ തനിക്ക് ഇന്നലെ തന്നിരുന്നുവെന്ന കാര്യം ശ്രീലക്ഷ്മി ഓർത്തു. വേറെ പണമുള്ള കാർഡ് ഋഷിയുടെ കയ്യിലില്ല എന്നായിരുന്നു ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെയും വിശ്വാസം. അവരുടെ മുഖത്തേക്ക് നോക്കിയ ഋഷിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. അതോടെ തന്റെ ബ്ലാക്ക് VIP കാർഡ് അവർ കണ്ടാലുള്ള കാര്യം ഓർത്തവൻ ഒരു നിമിഷം ചിരിച്ചു പോയിരുന്നു. അതെ, കാർഡാണ്. അതും പറഞ്ഞ് ഋഷി തന്റെ പേഴ്സിൽ നിന്നും ഒരു സാധാരണ ഡെബിറ്റ് കാർഡ് എടുത്ത് മാനേജറുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അത് കണ്ട് താൻ ഗസ് ചെയ്തതെല്ലാം അതേപോലെ നടക്കാൻ പോകുന്നുവെന്ന് പുച്ഛത്തോടെ സിദ്ധാർത്ഥ് മനസ്സിലോർത്തു. ദേ, അവിടെ അങ്ങനെ തന്നെ നിന്നോ ഋഷി. നിന്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആ മാനേജർ ഇപ്പോ തിരിച്ചു കൊണ്ടുവന്ന് തരും. സിദ്ധാർത്ഥ് ഋഷിയെ നോക്കി പറഞ്ഞു. അത് കേട്ട് ചില ബന്ധുക്കളും അവന്റെ കൂടെ കൂടി. അതെ, അറ്റ്ലീസ്റ്റ് ഒരു സിൽവർ കാർഡെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകുമെന്ന് വിശ്വസിക്കാമായിരുന്നു. ബട്ട് ഇതങ്ങനെ പോലും അല്ലല്ലോ. ആ കാർഡിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടോ ആവോ? സിദ്ധാർത്ഥിന്റെ കൂടെ ഋഷിയെ കളിയാക്കാൻ കൂടിയവർ പറഞ്ഞു ചിരിച്ചു. നിങ്ങളുടെ സംസാരം നിർത്തി ബില്ല് സെറ്റ് ചെയ്യാനുള്ള വഴി നോക്കുന്നോ, അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? അവരുടെ അഹങ്കാരം നിറഞ്ഞ പൊട്ടിച്ചിരികൾക്കിടയിൽ മാനേജറുടെ ശബ്ദമുയർന്നു. അതോടെ അവർ ചിരി നിർത്തി. താങ്ക് യു സർ, സാറിന്റെ പേയ്മെന്റ് സക്സസ്ഫുള്ളി പൂർത്തിയായി. കാർഡ് തിരികെ ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് മാനേജർ പറഞ്ഞു. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവരുടെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞു. അത്ഭുതം നിറഞ്ഞു. ശ്രീലക്ഷ്മി മുതൽ മഹാദേവി വരെയുള്ള സർവരും ആശ്ചര്യത്തോടെ ഋഷിയെ നോക്കി. ഋഷി, എന്തോ ചോദിക്കാനായി ഋഷിക്കടുത്തേക്ക് വരാൻ തുനിഞ്ഞ് ശ്രീലക്ഷ്മി അവനെ വിളിച്ചു. അത് കേട്ട് ഋഷി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഇത്രയും പണം തനിക്ക് എവിടുന്ന് കിട്ടി? അവൾ അവന്റെ ചെവിയിൽ പതുക്കെ ചോദിച്ചു. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.